അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 19 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. വഴക്കിട്ടുപോയി മക്കൾ വിളിക്കാത്ത മക്കൾ, ഫോൺ എടുക്കാത്ത മക്കൾ, സംസാരിക്കാത്ത വ്യക്തികൾ അവിടെ എല്ലാം കർത്താവിൻ്റെ സദസ്സിനെ സമർപ്പിച്ചതിനെ പ്രാർത്ഥിക്കുന്നു. കല്യാണങ്ങൾ വന്നും പോയിരിക്കുന്നു. പല കല്യാണങ്ങൾ നടക്കുന്നില്ല. അതുപോലെ തന്നെ പല കാര്യങ്ങൾക്കും ഒത്തുചെയ്യ സമയമാകുമ്പോൾ പണമില്ലാത്ത അവസ്ഥ വരുന്നു. എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ലാതെ നിൽക്കുന്ന അന്തം മുട്ടി നിൽക്കുന്ന മക്കളെ അവരെ കർത്താവിൻ്റെ നാമത്തിൽ അവരെ ആശീർവദിക്കുന്നു. കർത്താവ് ഇന്നത്തെ മക്കളുടെ ചിന്തകൾ, ഇന്ന് മക്കൾ പേടിക്കുന്ന വിഷയങ്ങൾ, സങ്കടപ്പെടുന്ന സാഹചര്യങ്ങൾ, ആലോചിക്കുന്ന വിഷമതകൾ എല്ലാം
കർത്താവ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ജീവിതമാർഗങ്ങൾ ലഭിക്കുമെന്ന് വിചാരിച്ച് പ്രതീക്ഷിച്ചിരുന്ന വിഷയം കയ്യിൽ നിന്ന് വിട്ടുപോയവർ സങ്കടപ്പെട്ട് കർത്താവെ അവർ ഒരു തരത്തിലും സമാധാനമില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. പല പല ബന്ധങ്ങൾ വിട്ടുപോയത് കാരണം, പല പല തരത്തിലുള്ള പരാജയങ്ങൾ വന്നുപോയത് കാരണം, പല ആശിച്ചിരുന്ന പല വിഷയങ്ങളും കയ്യിൽ നിന്ന് വിട്ടുപോയത് കാരണം, പ്രതീക്ഷിച്ചിരുന്ന റിസൾട്ട് കിട്ടാതിരുന്നത് കാരണം വേദനിച്ച് ജീവിക്കുന്നവരുണ്ട്. കർത്താവെ അവർക്ക് പുതിയൊരു ജീവിതം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ഇതുപോലെ പോട്ടെ, എങ്ങനെയും പോയി ഒടുങ്ങട്ടെ, തീർന്നല്ല എന്ന് വിചാരിച്ചുകൊണ്ട് നിരാശപ്പെട്ട് സ്വയം പരാഗി ജീവിക്കുന്നവരുടെ മേൽ കർത്താവിൻ്റെ രക്തം തളിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയ ദൈവവേദന ഞാൻ അനുഗ്രഹിക്കപ്പെടട്ടെ. അപ്പം നീ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു വലിയ ആളാകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നീ ഓർക്കും, ഞാൻ ഒരു 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചേക്കാം. അങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഞാനും പ്രാർത്ഥിക്കാറുണ്ടൊക്കെ. അപ്പോൾ നമ്മളോർക്കും നമ്മളാകുമ്പോൾ സ്റ്റിക്ക് ഓൺ ചെയ്യും. 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാമെന്നാണ് സ്റ്റിക്ക് ഓൺ ചെയ്യും. അപ്പോൾ നമ്മളോർക്കും അതിൻ്റെ വലിയ സംഭവം നടക്കുന്നുണ്ടാകും. നടക്കുന്നില്ലെന്നല്ല പറയണത്. നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും സഭയുടെ പാരമ്പര്യമായിട്ടുള്ള എല്ലാ ആചാരാനുഷ്ഠാനങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള അർത്ഥവും മൂല്യവും വെയിറ്റേജും ഒക്കെ ഉണ്ട്. പക്ഷേ എന്ത് വെയിറ്റേജ് ആയാലും നിധി എപ്പോഴും വരണ എന്തിലായിരിക്കും? മൺപാത്രത്തിലായിരിക്കും. 2 കൊരിന്ത്യർ 4:7 എന്നാൽ പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്, ഞങ്ങളുടേതല്ല എന്ന് വെളിപ്പെടുത്തുന്നതിന് ഈ നിധി മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ ചില്ല് പാത്രം കൊണ്ട് ചെന്നാൽ കിട്ടത്തില്ല നടത്താം. സ്വർണ്ണപാത്രം കൊണ്ട് ചെന്നാലും വിളമ്പി കിട്ടത്തില്ല. ഇത് കണ്ടെയ്ൻ ചെയ്യണമെങ്കിൽ മൺപാത്രം തന്നെയായിരിക്കണം. അപ്പോൾ ഈ നിധി മൺപാത്രത്തിനാണ് ലഭിച്ചത്. സ്റ്റാറ്റസ് ലോ ചെയ്തിട്ട് പലതരം പാത്രങ്ങളുണ്ട്. പക്ഷെ കൃപ കണ്ടെയ്ൻ ചെയ്യണ മൺപാത്രത്തിലായിരിക്കും. അതെപ്പോഴും ഓർത്തേക്കണം. നിന്നെ മൺപാത്രമാക്കുക. ഇപ്പം നീ ഒരു വലിയ ഉദ്യോഗസ്ഥനാണ്. 6 മാസം കഴിയുമ്പോൾ നിൻ്റെ തൊപ്പി പോകും. ആരെങ്കിലും പാല വെച്ച് പോയതായിരിക്കും. അപ്പം തന്നെ നിനക്ക് നീ ഒരു കേസ് കൊടുക്കും. നീ കേസ് കൊടുത്തു, അത് പ്രശ്നമൊന്നുമില്ല. അർഹത കൊണ്ട് നിനക്ക് തിരിച്ച് കിട്ടും. പക്ഷെ നീ അതിൻ്റെ പേര് അവനെ ശപിക്കാനോ അവന് പാര വെക്കാനോ സൂചി വെക്കാനോ ഒന്നും പോകരുത്. എന്താ കാര്യം? നിന്നെ മൺപാത്രമാക്കാനുള്ള ദൈവത്തിൻ്റെ ശ്രമം. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ, കാര്യം ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വേറെ കുറേ അധികം കാര്യങ്ങൾ വിശ്വസിക്കേണ്ടി വരും നമുക്ക്. കാര്യം നിങ്ങൾ ഓർക്കുന്നത് ദൈവത്തിൽ വിശ്വസിക്കണം എന്ന് പറയുമ്പോൾ കുറച്ച് പ്രമാണങ്ങൾ വിശ്വസിക്കണമെന്നാണ്. ഡോക്യുമെൻ്റ് അല്ലേ, ഡോഗ്മാസ് സഭ സംരക്ഷിച്ചോളൂ, ഒരു കുഴപ്പമൊന്നുമില്ല. അതിന് സഭയ്ക്ക് സംവിധാനങ്ങളുണ്ട്. പക്ഷെ അത് ആധ്യാത്മികമായിട്ട് ഡയറക്റ്റ് വരുമ്പോൾ ദൈവത്തിൻ്റെ കുറേ പരിചരണ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. അത് ചിലപ്പോൾ ഡയറക്റ്റ് ഡോക്യുമെൻ്റായിട്ട് ബന്ധപ്പെട്ടതായിരിക്കില്ല. എല്ലാത്തിനും ഡോക്യുമെൻ്റ് ഉണ്ടാവും. പക്ഷെ അതേസമയം തന്നെ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ എല്ലാം കുരുപ്പടിയുള്ള പോലെ കുരുപ്പടി ഇല്ലാത്ത ട്രീറ്റ്മെൻ്റ് ആയിരിക്കും. അത് ഓരോരുത്തർക്കും പറ്റുന്ന രീതിയിലുള്ള. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട രീതി വെച്ചാൽ, ഇപ്പം അനനിയാസേ പൗലോസ് പിടിക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം കർത്താവിനാ പിടിക്കപ്പെടുമല്ല. കുതിരപ്പുറത്തുനിന്ന് കർത്താവ് തള്ളി താഴെയിട്ട് പൂട്ടിട്ട് പിടിക്കത്തില്ലേ. അപ്പം എന്നിട്ട് അനനിയാസിൻ്റെ കൊടുക്കുവരെ കൈ ഏൽപ്പിച്ച് കൊടുക്കും. അപ്പോൾ എനിക്ക് പേടിയാണ് അവനെ. അപ്പോൾ നമ്മുടെ ആൾക്കാരെ കൊല്ലണമെന്നാണ് ഞാൻ കേട്ടിരിക്കണമെന്ന് പറയും. അപ്പോൾ കർത്താവ് പറഞ്ഞ റെസ്പോൺസ് ഉണ്ട്. അപ്പോസ്തല പ്രവർത്തനം 9:15 കർത്താവ് അവനോട് പറഞ്ഞു, നീ പോവുക, വിജാതീയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുമ്പിൽ എന്റെ നാമം വഹിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ്. അതാണ് വിഷയം. കർത്താവ് ഇതിനെല്ലാം കണ്ടെയ്നർ എന്നാണ് വിളിക്കുന്നത്. നമ്മൾ സ്റ്റാറ്റസ് ലോ ചെയ്തിട്ട് മൺപാത്രമായി മാറണില്ലേ, അത് പാത്രം ആണ് ഇവിടുത്തെ മെയിൻ കഥാപാത്രം. കഥ ഉൾക്കൊള്ളുന്ന പാത്രത്തിനാണ് കഥാപാത്രം എന്ന് പറയണത്. അപ്പോൾ ദൈവം പറയുന്നതാണ്, എൻ്റെ നാമം വഹിക്കുന്ന പാത്രം. പലരുടെയും നാമമാണ് വഹിച്ചുകൊണ്ടിരുന്നതേ. ചത്തുപോണ മനുഷ്യരെ കൊടിയും പിടിച്ച് നടക്കാനായിട്ടില്ലേ. അപ്പം അവരുടെയൊക്കെ നാമം പിടിച്ചുകൊണ്ട് വഹിക്കുന്ന ആളായിരുന്നു പുള്ളി. ഇപ്പോഴെന്ത് പറ്റി? കർത്താവിനെ കണ്ടുമുട്ടി കഴിഞ്ഞപ്പോൾ പറയണേ, എൻ്റെ നാമം വായിച്ചത്
വിജാതീയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുമ്പിൽ എന്റെ നാമം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് അവൻ. പൗലോസ് പറയും, ഞാൻ പാത്രമാണ്, പക്ഷെ സ്വർണ്ണപാത്രമൊന്നുമല്ല. പിന്നെന്താണ്? ഞാൻ മൺപാത്രമാണെന്ന് പറയും. മൺപാത്രമാണ്. എന്താണ്? ഈ സ്വർണ്ണപാത്രമായിരുന്നു പുള്ളി. അതിൻ്റെ സ്റ്റാറ്റസ് ലോ ചെയ്ത് മൺപാത്രമായി മാറി. മൺപാത്രമാകുമ്പോൾ എന്ത് പറ്റി? കർത്താവിൻ്റെ നാമം വഹിക്കും. അപ്പം നമ്മൾ സൂക്ഷിച്ച് കൊണ്ടുപോകും. സ്വർണ്ണപാത്രം താഴെ വിടാൻ ചടക്കേ ഉള്ളൂ. മൺപാത്രം താഴെ പിന്നെ ഉണ്ടാകത്തില്ല. അതാണ് മൺപാത്രത്തിൻ്റെ കുഴപ്പം. താഴെ വിടാൻ പിന്നെ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് സൂക്ഷ്മത ഒരു വലിയ വിഷയമാണ്. കർത്താവിൻ്റെ നാമം വഹിക്കുന്നവർക്കെല്ലാം ഒരു സൂക്ഷ്മത ഉണ്ടാകും. ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ഷിജി രാജു, എൻ്റെ മകൾ ഹന്ന രാജു. ഞങ്ങൾ പെരുമ്പാവൂർ വല്ലം സെൻറ്റ് തെരേസസ് ഫൊറോന ചർച്ചിൽ നിന്നാണ് വരുന്നത്. ഞാൻ ജനുവരി 8, 2025 ഉടമ്പടി എടുത്തത്. എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. എൻ്റെ മകൾക്ക് ഡിസംബർ ക്രിസ്മസിൻ്റെ ആ ദിവസം ഒരു പനി വന്ന് ഞങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. തൊട്ടടുത്ത ഹോസ്പിറ്റലാണ് കൊണ്ടുപോയത്, പെരുമ്പാവൂർ. അവിടെ ചെന്ന് മരുന്നെടുത്ത് വീണ്ടും ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. വീണ്ടും അവൾക്ക് വയ്യാതെയായി. പെട്ടെന്ന് ആൾ പറയുന്നതൊന്നും സ്ഥിരമല്ലാത്ത പോലെയായി. വീണ്ടും ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആ ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോയി അവിടെ അഡ്മിറ്റ് ചെയ്തു. അന്ന് രാത്രിയും ഇവൾ ഇങ്ങനെ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഡോക്ടറെയൊക്കെ വരുത്തി. നേരം വെളുത്ത് ഡോക്ടർ വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. ഒന്നുകിൽ രാജഗിരി അല്ലെങ്കിൽ ലിസിയിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ലിസിയിലേക്ക് ആംബുലൻസിലാണ് കൊണ്ടുവന്ന് പെട്ടെന്ന് എത്താനായിട്ട്. ലിസി ഹോസ്പിറ്റലിൽ വന്ന് അവർ പരിശോധിച്ചപ്പോഴൊന്നും മനസ്സിലാകുന്നില്ല. ഇപ്പോഴും സംസാരിക്കുന്നുണ്ട്, പക്ഷേ അവൾ പറയുന്നത് എന്താണെന്ന് അവൾക്ക് അറിയാൻ പാടില്ല. അങ്ങനെ അവർ MRI ചെയ്തു. MRI ചെയ്തപ്പോഴാണ് മനസ്സിലായത് ആഡം എന്ന് പറയുന്ന ഒരു അസുഖം, ADEM, അതായത് തലച്ചോറിനും സ്പൈനൽ കോഡിനും ബാധിക്കുന്ന ഒരു അസുഖമാണ്. അത് രണ്ടും ഇവൾക്ക് നന്നായിട്ട് ബാധിച്ചു. സ്പൈനൽ കോഡിന് ബാധിച്ചത് കൊണ്ടാണ് പെട്ടെന്ന് ആൾ ഫ്ലാറ്റായത്, അതായത് പാരലൈസ്ഡ് ആയിപ്പോയി. പിന്നെ സംസാരിക്കാൻ പറ്റില്ല, കൈയും കാലമൊന്നും അനക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മോളെ കൊണ്ടുപോയി. അങ്ങനെ മോളെ ICU വെൻറ്റിലേറ്ററിൽ കണക്ട് ചെയ്തു. കാരണം പെട്ടെന്ന് എപ്പോൾ എന്തെങ്കിലും സംഭവിക്കുകയോ ഇല്ലയോ എന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് വെൻറ്റിലേറ്ററും കണക്ട് ചെയ്തു. പീഡിയാട്രിക് ICUയിൽ അവളെ കയറ്റി. എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ വൈഫ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ചേച്ചി കാശുരൂപം കൊണ്ടുവന്ന് ഞങ്ങളുടെ കയ്യിൽ തന്നു. ഞാനും ചേട്ടന് കാശുരൂപം വെച്ച് നേരം വെളുക്കുന്നവരെ പ്രാർത്ഥിക്കുമായിരുന്നു. മോളുടെ അടുത്ത് കൊണ്ടുപോയി പ്രാർത്ഥിക്കും. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഈ അസുഖത്തിന് 6 മാസം, ചിലപ്പോൾ 1 വർഷം വരെ ഇങ്ങനെ പാരലൈസ്ഡ് ആയിട്ട് കിടക്കും. ചിലപ്പോൾ പെട്ടെന്ന് റിക്കവറായി പോരുകയും ചെയ്യും. നമുക്ക് 3, 5 ഈ ദിവസങ്ങളിലാണ് നമുക്ക് ഏകദേശം ഇവൾക്ക് ഇങ്ങനെ പെട്ടെന്ന് വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ എന്നറിയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ മെഡിസിനോടൊക്കെ റിയാക്റ്റ് ചെയ്യണം. MRIയുടെ റിസൾട്ട് വന്ന് അന്ന് തന്നെ മെഡിസിൻ ചെയ്യാൻ ഡോക്ടർ പറഞ്ഞു. അപ്പോൾ മെഡിസിനൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഡോക്ടർ വെച്ച് നിങ്ങളെ കൊണ്ട് സാധിക്കുമോ, ഇത് നല്ല കോസ്റ്റ്ലിയുള്ള മരുന്നുകളാണെന്ന് വെച്ചു. അപ്പോൾ കാശിൻ്റെ കാര്യം നോക്കണ്ട, ഡോക്ടർ അത് ചെയ്തോ എന്ന് പറഞ്ഞു. അങ്ങനെ മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഒന്നിനോട് ഇവൾ പ്രതികരിക്കുന്നുണ്ടായില്ല. ആളെ ഇടയ്ക്ക് കണ്ണു തുറക്കെങ്കിലും നമ്മളൊന്നും മനസ്സിലാവോ, അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോയി. ഈ ചേച്ചി നന്നായി കാശുരൂപം വെച്ച് ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കും. ഓരോ ദിവസം നേരം വെളുക്കുമ്പോൾ ഞങ്ങൾ മോൾക്ക് വല്ല വ്യത്യാസമുണ്ടോ എന്ന് നോക്കും. പക്ഷേ ഡോക്ടർ പറയും ഒരു വ്യത്യാസമില്ല, അങ്ങനെ തന്നെയാണ് എന്ന് പറയും. അങ്ങനെ 3 ദിവസം കഴിഞ്ഞു. അപ്പം ചേട്ടൻ്റെ മകൾ ഡോക്ടറാണ്. അപ്പോൾ പറഞ്ഞു നമുക്കിനി ഇവിടെ കിടത്തണോ, രാജഗിരിയിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ്റെ മോള് മറ്റ് ഡോക്ടർമാരായിട്ട് കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ പറഞ്ഞു എവിടെ ചെന്നാലും ഈ ട്രീറ്റ്മെൻറ്റാണ്, ഇത് കുറച്ച് ദിവസം കിടക്കും, ചിലപ്പോൾ മോള് റിയാക്ട് ചെയ്യണം. പിന്നെ ഈ ഒരു അവസ്ഥയിൽ വെൻറ്റിലേറ്റർ കണക്ഷനോടുകൂടി മോളെ വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ സാധിക്കില്ല, അതുകൊണ്ട് നമുക്കിവിടെ തന്നെ തുടരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ തന്നെ 3 ദിവസം ഞങ്ങൾ പീഡിയാട്രിക് ICUയിൽ കിടന്നു. അതിന് ശേഷം ഇവൾക്ക് ഇനി എയർബെഡിൽ കിടത്തണം. അപ്പോൾ അതുകൊണ്ട് ന്യൂറോ ICUയിലേക്ക് മാറ്റി. ആ മാറ്റുന്ന സമയത്ത് അവിടെ ചാപ്പലുണ്ട്. അപ്പം ഞാൻ നിത്യാരാധന കേന്ദ്രമുള്ള, അപ്പോൾ എപ്പോഴും ഞാൻ അവിടെ പോയിരുന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ മോളുടെ അടുത്തേക്ക് എപ്പോഴും ICUയിലായതുകൊണ്ട് നമ്മൾ കയറ്റില്ലല്ലോ. അപ്പോൾ അവിടെ ഇരുന്നാണ് എപ്പോഴും ഞാൻ ഇരിക്കാറ്. അപ്പോൾ ആ പീഡിയാട്രിക് ICUന്ന് മാറ്റിയപ്പോൾ ഓൾറെഡി ഞാൻ പോയില്ല മോളെ ഇറക്കണത് കാണാനായിട്ട്. അതിനെ ന്യൂറോ ICUയിലേക്ക് മാറ്റി. അപ്പോൾ ഞാൻ എല്ലാവരും എന്നോട് പറഞ്ഞു മാതാവിൻ്റെ അടുത്ത് പോയി ഉടമ്പടി എടുക്കും, മോൾക്ക് വ്യത്യാസം വരും എന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു ചെറിയൊരു വ്യത്യാസം മോളിൽ കാണിച്ചാൽ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തേക്കാം.
അങ്ങനെ പറഞ്ഞു. അങ്ങനെ ന്യൂറോ ICUയിലേക്ക് മാറ്റിയതിന് ശേഷം 2 ദിവസം കഴിഞ്ഞ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു എപ്പോഴും നമ്മൾ മകളെ വിളിച്ചുകൊണ്ടിരിക്കണം, കാരണം വിളിച്ച് അവളൊരു അനങ്ങിയാലാണ് അവൾക്ക് ഇങ്ങനെ ബോധം വരുള്ളൂ, എപ്പോഴും സെഡേഷനിലാണ്. അങ്ങനെ ഞാൻ ഒരു ദിവസം ഒരു 5 ദിവസം കഴിഞ്ഞപ്പോൾ വിളിച്ചപ്പോൾ അവൾ പെട്ടെന്ന് ഇങ്ങനെ റിയാക്ട് ചെയ്തു, എന്നെ കണ്ടു. ആ ഒരു ഇതിൽ അവൾ ഒത്തിരി കരഞ്ഞു, അതുപോലെ തന്നെ ഞാനും കരഞ്ഞു. പക്ഷെ അതൊരു നിമിഷം മാത്രം, പിന്നെ അത് അവൾക്ക് അതിൽ ഓർമ്മയോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ തന്നെ ഞാൻ ചേച്ചിയോട് പറഞ്ഞു നമുക്ക് വന്ന് ഉടമ്പടി എടുക്കാം. അങ്ങനെ പിറ്റേ ദിവസം വന്ന് ഞാനും ചേച്ചിയോടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് ഹോസ്പിറ്റലായതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാനും ഇതൊക്കെ വെച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞങ്ങളൊരു റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ഞാനും ചേട്ടനും രാത്രി പോയി തിരി കത്തിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. രാവിലെയും വൈകിട്ടും അവിടുത്തെ ചാപ്പലിൽ കുർബാനയും കൂടുമായിരുന്നു. എപ്പോഴും നമ്മൾ ICUയിലേക്ക് കടത്തില്ലല്ലോ. അപ്പോൾ ഒത്തിരി സിസ്റ്റേഴ്സും അച്ഛന്മാരും ഒക്കെ ഉണ്ട് അവിടെ, എപ്പോഴും മോളുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കും. പക്ഷേ അവരൊക്കെ തിരിച്ചു പോകുമ്പോൾ നമ്മളെ നോക്കാൻ പറ്റാത്തൊരവസ്ഥയായതുകൊണ്ട് അവർ പ്രാർത്ഥിച്ച് അങ്ങനെ പോകുമായിരുന്നു. എല്ലാവരും മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, കാരണം പെട്ടെന്ന് അങ്ങനെ ഒരു അവസ്ഥ വന്നതുകൊണ്ട്. ഞാൻ ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം അവിടെ ചെന്ന് ഞാൻ മോളോട് വീട്ടിൽ ചെന്ന് പറഞ്ഞു. അവൾക്ക് ഓർമ്മയൊന്നുമില്ല, എന്നാലും പറഞ്ഞു ഞാൻ മാതാവിൻ്റെ ഉടമ്പടി എടുത്തിട്ടുണ്ട്, മോൾക്ക് ഒരു കുഴപ്പം വരത്തില്ല, മാതാവ് ഇനി മോൾ പേടിക്കേണ്ട, മാതാവ് മോൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഉടമ്പടി വസ്തുക്കൾ വെച്ച് ഞാൻ എന്നും തൈലമൊക്കെ പൂശി പ്രാർത്ഥിക്കായിരുന്നു. ഉപ്പ് ഇവളുടെ ICU ബെഡിൽ വിതറായിരുന്നു. അങ്ങനെ അവൾ പതിയെ വലത്ത് കൈ ആദ്യം അനക്കി, അത് കഴിഞ്ഞ് ഇടത്തെ കാലും അനക്കി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറച്ച് ദിവസം അവൾ വ്യത്യാസം വരുത്തുന്നുണ്ട്, കുഴപ്പമില്ല, നമുക്ക് മുന്നോട്ട് പോയപ്പോൾ അവൾ മരുന്നിനോടൊക്കെ പ്രതികരിച്ചു തുടങ്ങി, ഇവൾ റിക്കവറായി പോരുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഇവളുടെ മുഖത്താണ് മൊത്തം ട്യൂബുകളൊക്കെ ഘടിപ്പിച്ചിരുന്നത്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് റെറ്റ്യൂസ്മി എന്ന് പറഞ്ഞ സംഭവം തൊണ്ടയിൽ ചെയ്തു. അതായത് തൊണ്ടയിൽ നേരിട്ട് വെന്റിലേറ്ററും ഓക്സിജൻ ട്യൂബൊക്കെ പിടിപ്പിച്ചു. അതുകൊണ്ട് പിന്നെ ഇനി അവൾ പിന്നെ സംസാരിക്കില്ല. ഇനി അത് അടച്ചാൽ മാത്രമേ അവൾക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് തൈലമൊക്കെ പറ്റി എല്ലാ ദിവസവും പ്രാർത്ഥിച്ചതിൻ്റെ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇവളെ പതിയെ കസേരയിൽ എഴുന്നേൽപ്പിച്ചിരുത്തി. അവിടുത്തെ സിസ്റ്റേഴ്സ് നഴ്സുമാർ എഴുന്നേൽപ്പിച്ചിരുത്തി. അപ്പോൾ പതിയെ ഇരിക്കെങ്കിലും നമ്മൾ സപ്പോർട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അവൾ ഇഴുകി താഴെ പോകുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് കൊച്ചല്ലേ, അതുകൊണ്ട് നമ്മൾ ഒരുപാട് നാളും വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റില്ല, അപ്പോൾ നമുക്ക് വേഗം തന്നെ അടുത്ത കോഴ്സ് തുടങ്ങും. ഒരു പ്ലാസ്മ ഫെറിസ് എന്ന് പറഞ്ഞൊരു ഡയാലിസിസ് ഉണ്ട്. അത് ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ നിന്ന് വലിച്ചെടുത്തിട്ട് പുതിയ ബ്ലഡ് കയറ്റുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു വേണ്ട, അത് കയറ്റേണ്ട, മാതാവ് അവളെ നടത്തിച്ചോളും, അത് ഇത്തിരി റിസ്ക് പിടിച്ചതാണ്, കാരണം ലിവറിനൊക്കെ ചിലപ്പോൾ കോംപ്ലിക്കേഷൻ വരും, അപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് തന്നെ ഞാൻ ചേച്ചിയോട് പറഞ്ഞു നമുക്ക് അച്ഛനെ വിളിച്ച് നോക്കാം, അച്ഛനെ നാളെ കാണാൻ പറ്റുമോ. അങ്ങനെ ഞങ്ങൾ വിളിച്ച് നോക്കി പറഞ്ഞു കുഴപ്പമില്ല, അച്ഛനെ വന്ന് കാണാം, ഫോട്ടോ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. പക്ഷേ വെൻറ്റിലേറ്ററിൽ കിടന്ന ഫോട്ടോ ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയില്ല. എങ്കിലും ഞങ്ങളിവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ ഇവർ ഫോട്ടോ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ മോളെ അഡ്മിറ്റ് ആക്കിയപ്പോൾ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോ കൊടുന്ന് ഞാൻ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ അച്ഛൻ കൈവയ്പ്പ് സൂക്ഷിച്ച് പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ പറഞ്ഞു മോള് സംസാരിച്ചിട്ടില്ല. അപ്പോൾ അച്ഛൻ എന്നെ അങ്ങനെ കണ്ണടച്ച് കാട്ടി. അങ്ങനെ എനിക്ക് കാശുരൂപ അച്ഛൻ പ്രാർത്ഥിച്ചു തന്നു. അത് ഞാൻ കൊണ്ടുവന്ന് ഇവളുടെ കൊന്തയിൽ കയ്യിലിടിക്കാൻ പറ്റുള്ളൂ. ആ കയ്യിലിടിച്ച് ഇതിന് പിറ്റേ ദിവസം തന്നെ ഡോക്ടർ രാവിലെ റൗണ്ട്സിന് വന്നപ്പോൾ പറഞ്ഞു നമുക്ക് പ്ലാസ്മ ഫെറിസ് ഡയാലിസിസ് വേണ്ട, മോള് കാലനക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അവൾ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് എനിറ്റിരിക്കാനും നമ്മൾ സഹായം ഉണ്ടെങ്കിലും കൈയും കാലൊക്കെ അനക്കാനും തുടങ്ങി. പിന്നെ 27 ദിവസം ഞങ്ങൾ ICU വെൻറ്റിലേറ്ററിൽ കിടന്നു. പിറ്റേ ദിവസം ഞങ്ങൾ റൂമിലേക്ക് കടത്തിയപ്പോൾ തന്നെ ഞങ്ങൾ ഒപ്പം അവളെ 2 കൈയും പിടിച്ച് നടത്തിക്കാനും ഇതിനൊക്കെ നോക്കി. പെട്ടെന്ന് മാതാവ് ഓരോ അനുഗ്രഹങ്ങളാണ് മോൾക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ മോൾക്ക് ഓർമ്മ വന്നപ്പോൾ തുടങ്ങി മോള് മാതാവിനെ കുറിച്ച് പ്രാർത്ഥിക്കാനും ഞങ്ങളോട് ചോദിക്കാനും. അപ്പോൾ ഞാൻ എപ്പോഴും പറയും മോളെ മാതാവ് കൂടെയുണ്ട്, മോള് പേടിക്കണ്ട, നമുക്ക് ഇത്രയും തന്നില്ലേ, ഇനി മാതാവ് മോളെ നടത്തിച്ചോളും. പിന്നെ മോളെ SSLC ആയിരുന്നു കഴിഞ്ഞ വർഷം. അപ്പോൾ SSLC എഴുതാൻ പറ്റുമോ ഇല്ലെന്ന് അറിയില്ല, കാരണം പാരലൈസ്ഡ് കൈയൊന്നും അനങ്ങില്ല, വലത്തെ കൈ അനങ്ങുന്നെങ്കിലും എഴുതുമ്പോൾ പേരൊന്നും ശരിയാവുന്നില്ല. അപ്പോൾ മിസ്സ് പറഞ്ഞു സാരമില്ല, നമുക്ക് എന്തായാലും അപ്ലൈ ചെയ്യാം, സ്ക്രൈബ് വെച്ച് എഴുതുന്നുണ്ടെങ്കിൽ എഴുതട്ടെ, കൊല്ലം കളയണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൾക്ക് റിക്കവർ ആയതിനു ശേഷം ഇവൾ പറയും ഞാൻ തന്നെ SSLC എഴുതുമ്പോൾ എൻ്റെ പരീക്ഷ ആരും എഴുതണ്ട, എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ എഴുതും, എനിക്ക് മാതാവ് ഇത്രയും തന്നില്ല, ആ അനുഗ്രഹം കൂടി എനിക്ക് മാതാവ് തരും. ഞങ്ങൾ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. 1 മാസം കറക്റ്റ് ഞങ്ങൾ പിറ്റേ ദിവസം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചോളൂ, എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പോകുമ്പോഴത്തേക്കും എൻ്റെ മോള് പരമാവധി നടക്കാൻ കഴിയണം, ഞങ്ങളോട് സഹായിച്ചെങ്കിലും മകൾ നടക്കണം, അതേപോലെ സംസാരിക്കണം. അപ്പോൾ ഇവൾക്ക് ഈ തൊണ്ടയിൽ ഇത് ചെയ്തുകൊണ്ട് ഡോക്ടർ അത് അടച്ചാൽ മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഇവൾ പെട്ടെന്ന് റിക്കവർ ആയത് കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞു നമുക്കത് അടയ്ക്കാം, അവൾക്ക് കുഴപ്പമില്ല. എൻഡോസ്കോപ്പി ചെയ്യാൻ നോക്കിയപ്പോൾ അവൾ സമ്മതിച്ചില്ല. അങ്ങനെ ഡോക്ടർ നേരിട്ട് ഭക്ഷണം കൊടുത്തു, അവളത് കഴിച്ചു, അന്ന് തന്നെ അത് അടയ്ക്കുകയും ചെയ്തു. പിന്നെ അവൾ ഭക്ഷണം കഴിച്ചു തുടങ്ങി. അപ്പോൾ 1 മാസം ട്യൂബിക്കോടെ ആയിരുന്നു ഭക്ഷണം, വേറെ ഒന്നും തന്നെ അവൾ ഭക്ഷിച്ചിട്ടില്ല. പിന്നെ ഇത് അടച്ച പിന്നെ അവൾക്ക് ചെറുതായിട്ട് കഞ്ഞി കൊടുക്കും. പിന്നെ അവൾ സംസാരിച്ചു. അപ്പോൾ അത് അടച്ചപ്പോൾ തന്നെ അവൾ സംസാരിച്ചു. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ ചെന്ന് 1 മാസം ഞങ്ങൾ
ICUയിൽ കിടന്നിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് 6 മാസം, പിന്നെ അഥവാ അല്ലെങ്കിൽ നമ്മൾ പാലിയേറ്റീവിൽ പോകണം, പാലിയേറ്റീവ് കിടത്തി ഇവളെ നോക്കണം, ചിലപ്പോൾ 1 വർഷം കിടക്കേണ്ടി വരും, കാരണം മോളുടെ അവസ്ഥ കണ്ടിട്ട് അങ്ങനെയാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഡോക്ടർ തന്നെ അതിശയിച്ചു പോയി, ഇങ്ങനെ ഒരു കേസ് തന്നെ അവിടെ വന്നിട്ടില്ല. ഇതിന് മുമ്പ് 3-4 കേസുകൾ ഇങ്ങനെ പിള്ളേർക്ക് വന്നിട്ടുണ്ട്, അത്ര അധികം വരുന്ന അസുഖമല്ല അത്. പക്ഷേ ആ പിള്ളേർ ചിലവരൊക്കെ പെട്ടെന്ന് റിക്കവറായി, ചിലവർ ഇങ്ങനെ ഇപ്പോഴും ഇതുണ്ട്. ഈ മോള് പക്ഷേ ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു അത്ഭുതമാണ് നടന്നതാണ്. അങ്ങനെ പറഞ്ഞു. ഞങ്ങൾ വീട്ടിൽ വന്ന് മോൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു. ഞാൻ പതുക്കെ അവൾ തന്നെ റിക്കവറായി, അവൾ തന്നെ SSL എഴുതാൻ അവൾ തന്നെ കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് ചെയ്ത് ടീച്ചർമാരും എല്ലാവരും വന്ന് സഹായിച്ച് അങ്ങനെ അവൾ SSLC എഴുതി. സ്ക്രൈബ് വെച്ചെങ്കിലും അവൾ സ്ക്രൈബിൻ്റെ ആവശ്യമില്ലാതെ തന്നെ SSLC എഴുതി. ആ കറക്റ്റ് ടൈമിങ്ങിന് തന്നെ എക്സാമൊക്കെ തീർത്തു. SSLC റിസൾട്ട് അവൾ നല്ല മാർക്കോട് പാസ്സായി. 3A+, 6 Aയും 1 B+ഓടുകൂടി മോൾ പാസ്സായി. ആരും ഒട്ടും പ്രതീക്ഷിച്ചതല്ല അങ്ങനെ മോൾ ഇത്രയും എഴുതുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഒത്തിരി അനുഗ്രഹമാണ് മാതാവ് ഞങ്ങൾക്ക് തന്നത്. എല്ലാ അനുഗ്രഹത്തിനും മാതാവിനും ഈശോയ്ക്ക് ഞങ്ങൾ ഒരുപാട് നന്ദി പറയുന്നത്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടുന്ന് പത്രം കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ ഞാൻ പത്രം കൊടുക്കും, അപ്പോൾ ചേട്ടൻ കൊടുക്കുമെന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും പക്ഷേ ചേട്ടനും കൂടി എടുത്തുകൊണ്ട് പോയി. ഞങ്ങൾ 2 പേരും കൂടിയാണ് പത്രമൊക്കെ കൊണ്ടു കൊടുക്കാറ്. പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ വയ്യാണ്ട് കിടക്കുന്നവർക്ക് സഹായിക്കുക, അവർക്ക് ഭക്ഷണം കൊടുക്കും. പിന്നെ വയ്യാണ്ട് കിടക്കുന്ന അവിടെയൊക്കെ പോയി അവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അവരെ കാണുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഞങ്ങൾ ഒത്തിരി നന്ദി പറയാറുണ്ട്. പിന്നെ ഈ ലോകം മുഴുവൻ ഒത്തിരി, കാരണം മോളുടെ ഇത് ഒത്തിരി വൈറലായതായിരുന്നു. അപ്പോൾ എല്ലാവരും തന്നെ ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥനയിലായിരുന്നു. ആ പ്രാർത്ഥന ഒന്നുകൊണ്ടും മാതാവിൻ്റെ അനുകൊണ്ടും വന്നുകൊണ്ടും മാത്രമാണ് ഞങ്ങൾക്ക് മോളെ കിട്ടിയത്. അല്ലെങ്കിൽ ഒരിക്കൽ പോലും ആരും തന്നെ പ്രതീക്ഷിച്ചല്ല മോളെ നമുക്ക് തിരിച്ച് കിട്ടുമെന്ന്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സാമ്പത്തിക സഹായം ഒത്തിരി കോസ്റ്റ്ലി ആയിരുന്നു പറഞ്ഞു. പക്ഷെ നമ്മുടെ കയ്യിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഓരോ ദിവസം ബില്ലടയ്ക്കുന്ന സമയം വരുമ്പോഴത്തേക്കും നമുക്ക് എവിടെ നിന്നെങ്കിലും പൈസ കിട്ടുമായിരുന്നു. അങ്ങനെ 2 ദിവസം കൂടുമ്പോൾ ബില്ലടയ്ക്കണമായിരുന്നു. അങ്ങനെ കൃത്യമായിട്ട് നമ്മൾ അതും അടച്ചു പോന്നിരുന്നു. അത്രയും വലിയ സഹായം അനുഗ്രഹം നമുക്ക് മാതാവ് ഒക്കെ ചെയ്യിക്കാറുണ്ട്. അതുപോലെ ICUയിൽ കിടക്കുന്ന മക്കളായാലും ഇവളുടെ സ്കൂളിലെ പ്രിൻസിപ്പളായാലും ഒത്തിരി അനുഗ്രഹം. പ്രിൻസിപ്പൾ പറയുമായിരുന്നു, നമുക്ക് നമ്മുടെ സ്വന്തം നല്ലല്ലോ മകൾ, നമുക്ക് ഈശോ തന്ന മകളല്ലേ, അപ്പോൾ ഈശോ നോക്കിക്കോളും, നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനെ പ്രിൻസിപ്പൾ എപ്പോഴും പറയുമായിരുന്നു. എല്ലാവർക്കും ഇത്രയും അനുഗ്രഹം മാതാവിന് ഈശോയ്ക്ക് ഞങ്ങൾ ഒത്തിരി നന്ദി പറയും. ഞാൻ ബെഡ് റിഡൻ ആയിരുന്നപ്പോൾ അമ്മ കൈമയും കാലുമയും ഒക്കെ എപ്പോഴും തൈലം പൂശി പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തന്നെ SSLC ഒന്നും എഴുതാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എങ്കിൽ കൂടി എനിക്ക് നല്ല മാർക്കോട് കൂടി പാസ്സാകാൻ പറ്റി. ഇത്രയും അനുഗ്രഹം നൽകിയ ഈശോയ്ക്കും മാതാവിനും 1000. ആദ്യമായി തന്നെ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ കൃപ ലഭിച്ചതിനായി അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് ബ്ലസ്സി. ഞാൻ മാവേലിക്കരയിൽ നിന്നും വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2023 മെയ് 31 ഞാൻ ആദ്യമൊക്കെ നല്ല രീതിക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, പിന്നെ അത് ഉഴപ്പിപ്പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു ഓപ്പറേഷൻ വരുന്നത്. ഓപ്പറേഷൻ്റെ സമയത്ത് ഞാൻ ഒരുപാട് പേടിച്ചു പോയി. അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ നേർന്നായിരുന്നു, എനിക്ക് ഈ ഓപ്പറേഷൻ വളരെ ഭംഗിയായിട്ട് നടത്തി തരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തേക്കാവെന്ന്. എപ്പോഴും എനിക്ക് ഓപ്പറേഷൻ, എനിക്കാണെങ്കിൽ ഒരു മുട്ടുസൂചി കുത്താൻ പോലും നല്ല പേടിയുള്ള ആളാണ്. അപ്പോൾ പിന്നെ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ എന്തോരം പേടിച്ചു കാണും. പക്ഷെ എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ എനിക്ക് വേദനകളൊന്നും തരല്ലേ എന്നായിരുന്നു. അന്ന് ഫസ്റ്റ് ടൈം ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് വേദനകൾ സഹിക്കുവാനുള്ള സഹനശക്തി നൽകണേന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് എൻ്റെ ഓപ്പറേഷനെല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നു. പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴായിരുന്നു വേറൊരു പ്രശ്നം. എനിക്ക് വന്നത് എൻഡോമെട്രിക് സിസ്റ്റായിരുന്നു. എൻഡോമെട്രിക് സിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും വരുന്ന ടൈപ്പാണ്. ആ സിസ്റ്റ് വരാനുള്ള കാരണം പീരീഡ്സ് വരുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് പീരീഡ്സ് വരാൻ പാടില്ലെന്ന് പറഞ്ഞു. അതായത് പീരീഡ്സ് വരുമ്പം മുഴുവൻ ബ്ലഡും പോകാതെ കുറച്ച് ബ്ലഡ് അവിടെ തന്നെ പറ്റി പിടിച്ചിരിക്കും. ആ ഇരിക്കുന്ന ബ്ലഡ് ഓരോ മാസം അങ്ങനെ വന്ന് അങ്ങനെ പറ്റി പിടിച്ചിരുന്ന് അതൊരു കട്ട പോലായി അതൊരു സിസ്റ്റായിട്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം ഇനിയും എനിക്ക് ഇത് സിസ്റ്റ് വന്നുകൊണ്ടേ ഇരിക്കും. അപ്പോൾ എനിക്കിപ്പോൾ 21 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ ഓരോരുത്തർക്കും പീരീഡ്സ് നിൽക്കണമെങ്കിൽ തന്നെ അറിയാം, കുറേ 45-50 വയസ്സ് കഴിഞ്ഞവർക്ക് നിൽക്കാത്തവരുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് അത്രയും കാലവും ഇങ്ങനെ സിസ്റ്റ് വന്നുകൊണ്ടിരുന്നാൽ എനിക്ക് പിന്നെയും ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. അതും എനിക്ക് ബ്ലഡിൽ HbSAg എന്ന് പറയുന്ന ഒരു വൈറസ് ഉണ്ട്. അതെനിക്ക് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ എൻ്റെ ബോഡിയിൽ എന്ത് ഓപ്പറേഷൻ ചെയ്താലും എനിക്ക് ഓപ്പൺ സർജറി മാത്രമേ പറ്റത്തുള്ളൂ, കീ ഹോൾ പറ്റത്തില്ല. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു ഇത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ പീരീഡ്സ് ചെയ്യുന്നത് യൂട്രസ് ഉള്ളതുകൊണ്ടല്ലേ, അപ്പോൾ അതുകൊണ്ട് യൂട്രസ് റിമൂവ് ചെയ്യണം.
അതുകൊണ്ട് തന്നെ മോള് പഠിത്തമെല്ലാം തൽക്കാലം സ്റ്റോപ്പ് ചെയ്യുക, എത്രയും പെട്ടെന്ന്, അതായത് 1.5-2 വർഷം അതിനപ്പുറം പോവരുത്, അതിനുള്ളിൽ തന്നെ കല്യാണം കഴിയണം, ഒരു ബേബി ആവണം, എന്നിട്ട് യൂട്രസും റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ചേറെ കാലം, ഒരു 6 മാസക്കാലത്തോളം ഞാൻ പീരീഡ്സ് നിർത്താനുള്ള ടാബ്ലറ്റ് ഒക്കെ കഴിച്ചിരുന്നു. ആ ടാബ്ലറ്റ് എല്ലാം അത്യാവശ്യം എക്സ്പെൻസീവ് ആയിരുന്നു. ആ ടാബ്ലറ്റും അതും 1 മാസം ഇഞ്ചക്ഷൻ, പിന്നെ 5 മാസം ടാബ്ലറ്റ്, പിന്നെ 1 മാസം പീരീഡ് വരുന്നു, വീണ്ടും അതേപോലെ ഇഞ്ചക്ഷൻ, 5 മാസം ടാബ്ലറ്റ്, അങ്ങനെ ആയിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യത്തെ 6 മാസം അങ്ങനെ പോയി, പിന്നെ 1 മാസം പീരീഡ്സ് വരുത്തി, പിന്നെ അടുത്ത വീണ്ടും സ്കാൻ ചെയ്ത് നോക്കിയിട്ട് വീണ്ടും ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പോയത്. പക്ഷേ അതിൻ്റെ തലേ ദിവസം ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ഒത്തിരിയും വിഷമിച്ച് കരഞ്ഞ് ഞാൻ ഇവിടെ മാതാവിൻ്റെ ഈ രൂപത്തെ നോക്കി നിന്ന് ഞാൻ ഇവിടെ നിന്ന് കൊന്ത ചൊല്ലിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഹോസ്പിറ്റലിൽ സ്കാനിങ്ങിന് പോകുമ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ സിസ്റ്റ് ഉണ്ടാവാൻ പാടില്ല, പിന്നെ അതുപോലെ പീരീഡ്സ് വന്നോട്ടെ എന്ന് ഡോക്ടർ പറയണം, എനിക്ക് പിന്നെ അതുപോലെ മരുന്ന് നിർത്തിക്കൊള്ളാനും പറയണം, ഇനി എനിക്ക് ഒരിക്കലും മരുന്ന് കഴിക്കേണ്ടിയും വരരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. കറക്റ്റ് ഞാൻ എന്താണ് 3 കാര്യം ഞാൻ പറഞ്ഞു. പിറ്റേന്ന് ഹോസ്പിറ്റലിൽ പോയപ്പം അതേ കാര്യം തന്നെ ഡോക്ടർ എൻ്റെ അടുത്ത്, ഞാൻ സ്കാനിങ്ങിന് പോയപ്പോഴെല്ലാം കാശ് രൂപം വെച്ചുകൊണ്ടായിരുന്നു, മാതാവിൻ്റെ കാശ് രൂപം ഞാൻ മുറുകെ കയ്യിൽ പിടിച്ച് പ്രാർത്ഥിച്ചായിരുന്നു ഓരോ വട്ടം. അതും സ്കാൻ ചെയ്തപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ആദ്യം ആ സ്കാൻ ചെയ്യുന്ന ആ വ്യക്തി ഉണ്ടല്ലോ, ആ ഡോക്ടർ, അദ്ദേഹം ആണെങ്കിൽ ആദ്യം ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഈ സ്മോൾ സിസ്റ്റ് ഇങ്ങനെ ഒന്ന് പറയാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന്, മാതാവേ ഞാൻ പ്രാർത്ഥിച്ചതാ ഇന്നലെ, എന്നിട്ട് എനിക്ക് ഇനിയും തരല്ലേ എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഉടനെ അദ്ദേഹം വീണ്ടും നോക്കിയിട്ട് പറഞ്ഞു, ഇല്ല അത് സിസ്റ്റ് അല്ല, അത് വേറെ എന്താണെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് എന്നാലും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഡോക്ടറെ കാണാൻ ചെന്നപ്പം ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, മോൾക്ക് ഒരു കുഴപ്പവും ഇല്ല, സിസ്റ്റ് ഇല്ല, പീരീഡ്സ് അതുകൊണ്ട് വന്നോട്ടെ, മരുന്ന് നിർത്താം. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ 3 കാര്യം പറഞ്ഞു, ആ കറക്റ്റ് 3 കാര്യം തന്നെ എൻ്റെ അമ്മ മാതാവ് എനിക്ക് നടത്തി തന്നു. എനിക്കിപ്പം പീരീഡ്സ് എല്ലാ മാസവും വരുന്നുണ്ട്, എനിക്കിപ്പോൾ സിസ്റ്റ് ഇല്ല, ഞാൻ അതുപോലെ മരുന്നും എൻ്റെ സ്റ്റോപ്പ് ചെയ്ത്, എനിക്കിനി മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ മാതാവ് എനിക്ക് നടത്തി തന്ന ഈ വലിയ അനുഗ്രഹത്തിന് ഞാൻ മാതാവിൻ്റെ അടുത്തും തിരുക്കുമാരൻ്റെ അടുത്തും കൊടാനുകൂടി നന്ദി പറയുന്നുണ്ട്. ഉടമ്പടി തൈലവും ഞാൻ അതേപോലെ എൻ്റെ വയറ്റത്തും എല്ലാം ഞാനിത് കുരിശിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ അതുപോലെ എനിക്ക് BCom ഡിഗ്രി, അത് ഫസ്റ്റ് സെമ്മിൽ എനിക്കൊരു സപ്ലി ഉണ്ടായിരുന്നു, എക്കണോമിക്സ്, അതും ഞാൻ ഇവിടെ വന്ന് നിയോഗത്തിൽ വച്ചിട്ടുണ്ടായിരുന്നു. അതും എൻ്റെ അമ്മ മാതാവ് അതും എന്നെ പാസ്സാക്കി തന്നു. പിന്നെ എൻ്റെ അമ്മച്ചിക്ക് കൂടെ വയ്യാതാവുന്നുണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്കെല്ലാം പ്രഷർ ഷുഗറൊക്കെ ഇങ്ങനെ കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ മാതാവിൻ്റെ ഈ ഉടമ്പടി തൈലം ഞാൻ അമ്മച്ചിയുടെ നെറ്റിയിൽ കുരിശിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഇനി അങ്ങനെ വയ്യാതൊന്നും വരല്ലേ കർത്താവെ മാതാവെ പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഇപ്പം അമ്മച്ചി കുറേ നാളായിട്ട് ഒരു കുഴപ്പമില്ല, നല്ല എനർജറ്റിക്കായിട്ട് ഓടിച്ചാടി നടക്കുന്നുണ്ട് അമ്മച്ചി. പിന്നെ എനിക്ക് ഉടമ്പടി എടുത്തതിലൂടെ എനിക്ക് ഒരുപാട് ആത്മീയതയ്ക്ക് വരാനും സാധിച്ചു. ഞാൻ കൊന്ത എത്തിക്കാൻ നല്ല മടിയുള്ളൊരു വ്യക്തിയാണ്. എൻ്റെ മമ്മ കാത്തലിക്കാണ്, മമ്മ കൊന്ത എത്തിക്കും. ഇപ്പം എൻ്റെ മമ്മ മരിച്ചുപോയി. മമ്മ ഉള്ള സമയത്തൊക്കെ എന്നോട് പറയുമായിരുന്നു, മോനെ കൊന്ത എത്തിക്കണം. അപ്പം ഞാൻ ഒരു ഓർത്തഡോക്സുകാരി ആയതുകൊണ്ട് ഓർത്തഡോക്സുകാർക്ക് കൊന്തയില്ല. ഇപ്പം ഞാൻ എനിക്ക് എത്തിക്കാനുള്ള മടി കൊണ്ടാണ്. അപ്പം അതിന് ഞാൻ ആ ഒരു റീസൺ എന്തോ ചെയ്തു, ഞാനങ്ങ് കണ്ടെത്തുമായിരുന്നു. പക്ഷേ ഇപ്പം ഞാനാണെങ്കിൽ മുടങ്ങാതെ എല്ലാ ദിവസവും ഇപ്പം ഞാൻ കൊന്ത എത്തിക്കും. അതേപോലെ ഇവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെല്ലാം ഞാൻ പാലിക്കുവാനും ശ്രമിക്കുന്നുണ്ട്. ബൈബിളെല്ലാം ഡെയിലി അരമണിക്കൂർ വായിക്കുന്നുണ്ട്. അതുപോലെ എനിക്ക് പത്രം, ആദ്യമായിട്ട് ഇവിടുന്ന് പത്രം കിട്ടുമ്പോൾ ഭയങ്കര ഒരു പേടിയായിരുന്നു മനസ്സിൽ. കാരണം ചിലവർ നമ്മൾ കൊടുക്കുമ്പോൾ സന്തോഷത്തോടെ അങ്ങ് വാങ്ങിക്കും, ചിലവർ നമ്മൾ എന്നെയും വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് കൊടുക്കുമ്പം. അങ്ങനെ ഒരു മടിയൊക്കെ ഉണ്ടായിരുന്നു, ദൈവമേ അവർ കൊടുക്കുമ്പോൾ എന്തോ വിചാരിക്കും. പക്ഷേ ഇപ്പം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊടുക്കും. ഇപ്പോഴെന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറയുന്ന പത്രം കൊടുക്കുന്നതാണ്. ഇപ്പം ഞാൻ വരുമ്പം എത്ര കെട്ട പത്രം വാങ്ങിക്കുന്നതെന്നുള്ളതിന് എനിക്ക് തന്നെ കണക്കില്ല. കാരണം അന്ന് അത്രയും മടിയായിരുന്നു. എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് പത്രം കൊടുക്കുക. ഇപ്പം ഞാൻ വയ്ക്കും, വാങ്ങിക്കുന്നവർ വാങ്ങിക്കട്ടെ, ഇല്ലാത്തവർ വേണ്ട. എന്നാലും ഞാൻ കൊടുക്കുന്ന 3/4 പേരും വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. ചിലവരെങ്ങാണേ ഉള്ളൂ വാങ്ങിക്കാത്തതായിട്ടുള്ളത്. എന്നാലും എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് പത്രം കൊടുക്കാൻ. ഇപ്പം ഇവിടെ നിൽക്കുന്ന പോലെ ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും നേരം പേടിച്ചാണ്. കാരണം ഞാനിങ്ങനെ ഇത്രയും ആൾക്കാരുടെ മുന്നിലൊന്നും വന്നിങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. ആദ്യം തന്നെ വിറച്ച് ഞാൻ ഇപ്പോൾ പ്രാർത്ഥിച്ചപ്പോഴും യേശു മാതാവും ആയിരിക്കണം എന്നിലൂടെ പറയുന്നത്. കാരണം എനിക്ക് പറയാനുള്ള ധൈര്യം കിട്ടണം, ഒന്നും മറന്നു പോകാതെല്ലാം എനിക്ക് ഓർമ്മിപ്പിച്ച് തരണം.
എന്നെല്ലാം പ്രാർത്ഥിച്ചായിരുന്നു. പിന്നെ കാരുണ്യപ്രവർത്തികൾ എനിക്ക് അത്രയും ഇതായിട്ടില്ല. കാരണം എനിക്ക് ചെയ്യാൻ ആഗ്രഹം നല്ലപോലെ ഉണ്ട്. പക്ഷേ എനിക്കിപ്പോൾ സാമ്പത്തികമായിട്ടാണേലും ഞാൻ പഠിക്കുന്ന സ്റ്റുഡൻ്റാണ്, ജോലി ആയിട്ടില്ല. പിന്നെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതിയും അത്ര ഇതല്ല. എന്നാലും എനിക്ക് അല്ലാതെയും പറ്റുന്ന രീതിക്ക് എന്നാലും വീട്ടിൽ വരുന്നവരെയൊക്കെ എന്നാലാവുന്ന ചെറിയ തുക വെച്ച് കൊടുത്ത് സഹായിക്കാറുണ്ട്. പിന്നെ വിശന്നിരിക്കുന്നവർക്കൊക്കെ വഴിയരികിലിരിക്കുന്നവർക്കൊക്കെ ആഹാരം വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ അല്ലാതെ എന്നെക്കൊണ്ട് പറ്റുന്ന സാമ്പത്തികം അല്ലാത്ത രീതിക്കുള്ള സഹായങ്ങളൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് ഇനിയും ഈ ഉടമ്പടിയിൽ തുടരണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഇവിടെ സ്വഭാവത്തിൽ ദേഷ്യം കുറഞ്ഞിട്ടുണ്ട്. എനിക്ക് നേരത്തെ ദേഷ്യം വന്ന സാധനങ്ങൾ വലിച്ചെറിയുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. എന്തെങ്കിലും കയ്യിൽ എന്ത് കിട്ടുമോ അത് ഞാൻ എടുത്ത് ഒറ്റ ഏറ് കൊടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പം ദേഷ്യം അത്യാവശ്യം നല്ലപോലെ കൺട്രോൾ ആയിട്ടുണ്ട്. എല്ലാത്തിനും അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി. പിന്നെ ഈ സാക്ഷ്യം വരെ ഇത്രയും ലേറ്റ് ആയതിന് മാതാവിനോട് ഞാൻ ക്ഷമ വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 7/7/2024. ഇതെൻ്റെ 4ാമത്തെ പുതുക്കലാണ്. അമ്മ മാതാവിനോട് ചോദിച്ച എല്ലാ കാര്യങ്ങളും തിരുകുമാരനുമായി പറഞ്ഞ് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും സാധിച്ചു തന്നു. ഞാൻ എൻ്റെ 1ാമത്തെ ഉടമ്പടിയിൽ എൻ്റെ മകനാണ് ഇവിടെ നിൽക്കുന്നത്, ജിതിൻ. എൻ്റെ മകന് ഒരു സർക്കാർ ജോലിയെക്കുറിച്ചാണ് ഉടമ്പടി വെച്ചിരുന്നത്. ആ ഉടമ്പടിയിൽ അവൻ KSEB സബ് എഞ്ചിനീയറായിട്ട് പരീക്ഷ എഴുതിയിരുന്നു. റാങ്ക് ലിസ്റ്റിലുണ്ടെങ്കിലും ഒരുപാട് പിറകിലായിരുന്നു. അപ്പോൾ യാതൊരു കാരണവശാലും കിട്ടാനുള്ള സാധ്യതയില്ല. 2 പ്രാവശ്യം അതിൽ നിന്ന് ആളുകളെ എടുത്തെങ്കിലും പിന്നീട് അങ്ങോട്ട് എടുക്കുന്ന കാര്യത്തെക്കുറിച്ച് യാതൊരു തീരുമാനവും ഉണ്ടായിരുന്നില്ല. പക്ഷേ 3ാമത്തെ ഉടമ്പടി മെയ് മാസത്തിൽ ഞങ്ങൾ 3ാമത്തെ ഉടമ്പടി ഇവിടെ വന്ന് പുതുക്കിയ സമയത്ത് ഈ ഉടമ്പടിക്കാലം തീരുന്നതിന് മുമ്പായിട്ട് ജോലിയെക്കുറിച്ചൊരു അറിയിപ്പ് ഞങ്ങൾക്ക് കിട്ടണേ എന്ന് അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു. ആ ഉടമ്പടിക്കാലം തീരുന്നതിന് മുമ്പ് 2 മാസമായപ്പോഴേക്കും നമുക്ക് സർക്കാരിൽ നിന്ന് അറിയിപ്പ് ലഭിക്കുകയുണ്ടായി. അവനെയും സെലക്ട് ചെയ്തു എന്നുള്ള ഒരു സെലക്ഷൻ മെമ്മോ കിട്ടുകയുണ്ടായി. അതിന് അമ്മ മാതാവിനോടും തിരുകുമാരനോടും 1000 നന്ദി പറയുന്നു. അതേപോലെ തന്നെ ഞാൻ എൻ്റെ ഉടമ്പടിയിൽ വെച്ചിരുന്നതാണ് എനിക്കൊരു വീട് വേണമെന്നുള്ള കാര്യം. ആ വീട് വെക്കുന്നതിന് യാതൊരു മാർഗവുമില്ലാതെ എന്ത് കണ്ടുകൊണ്ടാണ് ഒരു വീടൊക്കെ പൂർത്തിയാക്കണമെങ്കിൽ ഒരുപാട് സാമ്പത്തികം വേണമല്ലോ. സാമ്പത്തികം ഒന്നും കയ്യിൽ കാണാതെ ഒരു വീടിന് എങ്ങനെയാണ് തുടങ്ങുന്നതെന്ന് ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ എന്നും അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൽ പങ്കെടുക്കുകയും അച്ഛൻ പറയുന്ന ഓരോ കാര്യങ്ങളും എൻ്റെ കാര്യങ്ങളാണെന്ന് എനിക്ക് തോന്നുമായിരുന്നു. ഞാൻ ഒരുപാട് മാനസികമായി വിഷമിച്ചിരുന്ന ആ ഒരു സന്ദർഭത്തിൽ എനിക്ക് അമ്മയോടുള്ള പ്രാർത്ഥനയിൽ ആ ഉടമ്പടിയിൽ എനിക്ക് ഒരു വീടിൻ്റെ ആരംഭം തുടങ്ങാൻ എനിക്ക് കാരണമായി. ഞാനിപ്പോൾ ആ വീടിന് അമ്മയുടെ അനുഗ്രഹത്താൽ ആ വീടിന് തറ കെട്ടിയിട്ടുണ്ട്. അതും അമ്മയുടെ അനുഗ്രഹം കൊണ്ടുണ്ടായ ഒരു വലിയ കാര്യമാണ്. ഞങ്ങൾ 4 പേരും എൻ്റെ അനിയത്തിയുടെ വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ, എൻ്റെ അനിയത്തി, എൻ്റെ മകൻ 3 പേരും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1ാമത്തെ ഉടമ്പടി സമയത്ത് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി. അപ്പോൾ ഞാനൊരു ടീച്ചറാണ്. അപ്പോൾ നമ്മളെന്നും പോകാത്ത ഒരു വഴിയിൽ കൂടി അന്നത്തെ ദിവസം സ്കൂളിൽ പോവുകയുണ്ടായി. എൻ്റെ ഹസ്ബൻഡാണ് എന്നെ കൊണ്ടുപോയത്. അപ്പോൾ ആ വഴിയിൽ ഒരു ഹമ്പുണ്ടായിരുന്നു. അതിന് സിഗ്നലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കറിയത്തില്ലായിരുന്നു. പക്ഷേ അത് കയറി കഴിഞ്ഞപ്പോൾ എന്തോ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. ഞാൻ പുറകിൽ നിന്ന് കൈവിട്ട് തെറിച്ച് ആ റോഡിലേക്ക് പോയി. പക്ഷേ എന്നെ 2 കൈകളിലും എടുത്ത് റോഡിലോട്ട് കൊണ്ടുവെക്കുന്നൊരു ആ ഒരു അനുഭവമായിരുന്നു എനിക്ക് പറ്റിയത്. ഞാൻ തെറിച്ച് വന്ന് വീണ ആ ഒരു സമയത്ത് ഞാൻ ഓർത്തു എൻ്റെ ഈ താടിയെല്ലാം സെറ്റോട് ഇളകിപ്പോയതായിരിക്കുമെന്ന്. ഞാൻ എഴുന്നേറ്റിട്ട് ഇങ്ങനെ തപ്പി നോക്കിയത് ഇവിടെ ഉണ്ടോ എന്നാണ്. പക്ഷേ എനിക്ക് അവിടെ എങ്ങും ഒന്നും പറ്റിയില്ല. കൈയുടെ മുട്ടിനും കാലിൻ്റെ മുട്ടിനും ചെറിയ ഒരു ഉരവ് മാത്രമേ സംഭവിച്ചുള്ളൂ. അത് ആ ഉടമ്പടി കാലത്ത് അമ്മ എന്നെ രക്ഷിച്ചതാണ്. അതുപോലെ സ്കൂളിലെ HM ആണ്, ഹെഡ് മിസ്ട്രസ്സാണ് ഞാൻ. സ്കൂളിലെ ഓരോരോ ചില പ്രശ്ന സമയത്തൊക്കെ അമ്മയുടെ ഈ ഉടമ്പടി കാശ് രൂപ എൻ്റെ കയ്യിലുണ്ട്. ആ കാശ് രൂപം വെച്ച് പ്രാർത്ഥിച്ച് എനിക്ക് ഒരു പ്രശ്നങ്ങളിലും പെടാതെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ സ്കൂളിൽ വരുന്ന എൻ്റെ കുട്ടികളുടെ രക്ഷിതാക്കളോടും അതേപോലെ തന്നെ പിന്നെ ഞാനുമായിട്ട് പരിചയപ്പെടുന്ന വേറെ ചിലരൊക്കെ ദുഃഖങ്ങൾ ഞാനുമായിട്ട് പങ്കുവെക്കുന്ന സമയത്തൊക്കെ ഞാൻ അവരോട് ഈ കൃപാസനത്തെ പറ്റി പറയുക ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ഈ മെയ് മാസത്തിൽ ഒരു വിനോദയാത്ര പോയി. അപ്പം വണ്ടിയിൽ
കൃപാസനത്തിലെ പത്രം കൂടി എടുത്തു വച്ചിരുന്നു, എല്ലാവർക്കും കൊടുക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി. അപ്പോൾ ആ പത്രത്തിൽ കുറച്ച് വണ്ടിയിലുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ദിവസം എങ്ങ് റൂം കിട്ടാഞ്ഞതുകൊണ്ട് ഞങ്ങൾ എറണാകുളത്തു നിന്നും നേരെ വീട്ടിലേക്ക് ഇനി പുറപ്പെട്ടു. അപ്പോൾ ഒരു 12:30 ആയി കാണും. ഏതാ സ്ഥലമെന്ന് എനിക്ക് അന്നേരം ആ സമയത്ത് അറിയത്തില്ല. ഓടിച്ചിരുന്നത് എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡാണ് വണ്ടി ഓടിച്ചിരുന്നത്. ആ 12:30 ആയ സമയത്ത് ഏതോ ഒരു സ്ഥലത്ത് വന്നപ്പോഴത്തേക്കും കണ്ണൊന്ന് ചെറുതായിട്ടൊന്ന് അടഞ്ഞു പോയി. വണ്ടി കയ്യിൽ നിന്നും പാളി വലതുവശത്തേക്ക് അങ്ങ് പോയി. അപ്പോൾ വണ്ടിയിൽ 2 അടി അടിക്കുന്ന സൗണ്ട് കേട്ട് പെട്ടെന്ന് ഞങ്ങൾ ഞെട്ടി ഉണർന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചത് ഏതെങ്കിലും വണ്ടിയെ ചെന്ന് ഇടിച്ചതായിരിക്കും. കാറിൻ്റെ ഗ്ലാസ് എല്ലാം ഇളകി പോയ പോലെ എനിക്ക് കണ്ണു തുറന്നപ്പോൾ തോന്നി. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. വണ്ടി പാളിപ്പോകാൻ നേരത്ത് അമ്മ ശബ്ദം ഉണ്ടാക്കി ഞങ്ങളെ രക്ഷിച്ചതാണ്. കാരണം അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് മാറ്റി നിർത്തി വണ്ടി നോക്കിയപ്പോൾ പാലത്തേലാണ്. പാലത്തിൻ്റെ കൈവരി തകർത്ത് വെള്ളത്തിലേക്ക് വീഴാൻ പോകുന്ന ഒരു അവസ്ഥയിലാണ് വണ്ടി അവിടെ ചവിട്ടി നിർത്തിയത്. ഇതെല്ലാം തിരുകുമാരൻ്റെയും അനുഗ്രഹവും കൃപ കൊണ്ടും ആണ് ഞങ്ങൾക്കിത് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ എൻ്റെ അനുജത്തിക്കും ഇതുപോലെ കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അവളുടെ കയ്യിലോട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് ഈ പത്രം ഞാൻ യാത്ര ചെയ്യുന്ന ബസ്സിലും ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നവർക്കും അതുപോലെ തന്നെ വീടുകളിലുമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീടുകളിലൊക്കെ കൊടുക്കുമ്പോൾ ആദ്യമായിട്ട് ഇത് കൊടുക്കുമ്പോൾ അവർ നമ്മളെ ഒരുപാട് കളിയാക്കുമായിരുന്നു. നിങ്ങളെന്തിനാ ഇങ്ങനെ ഇതൊക്കെ കൊടുക്കാൻ പോകുന്നത്, ഞങ്ങളെ ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു. പക്ഷേ അവരിൽ ചിലരൊക്കെ വീണ്ടും ചോദിച്ച് പത്രം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആശുപത്രികളിൽ പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. ഓൾഡ് ഏജ് ഹോമിൽ അന്നദാനം നടത്തും. അനാഥാലയങ്ങളിലേക്ക് അരി, പച്ചക്കറി, ബ്രെഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കും. അതുപോലെ തന്നെ ഒരുപാട് വിഷമിച്ച് നമ്മളോട് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നവരോട് അവരോട് സന്തോഷത്തോടെ സമാധാനിപ്പിച്ചവരെ അവരോട് സംസാരിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ എൻ്റെ സ്കൂളിലെ അച്ഛൻ ഒക്കെ മരണപ്പെട്ട കുട്ടികളുടെ വീട്ടിലേക്കുള്ള അരി, മറ്റു പലവ്യഞ്ജന സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കും. അവർക്കുള്ള കുട്ടിക്കുള്ള ഡ്രസ്സ്, പിന്നെ എന്തെങ്കിലും കാരണവശാൽ അവർക്ക് എന്തിനെങ്കിലും പൈസ തരാൻ പറ്റാത്ത സാഹചര്യത്തിൽ അത് അവരോട് വേണ്ടാന്ന് വെക്കുകയും അത് നമ്മളായിട്ട് ചെയ്യുകയും, അതുപോലെ തന്നെ ഭിന്നശേഷി കുട്ടിയുണ്ട്, അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് അവർക്ക് സാമ്പത്തിക സഹായം ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അതെല്ലാം അമ്മ മാതാവിൻ്റെയും തിരുകുമാരൻ്റെയും അനുഗ്രഹത്താലും കൃപയാലുമാണ് എനിക്ക് അതൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ഞാൻ അനിയത്തിയുടെ കയ്യിലോട്ടൂടെ അമ്മ മാതാവിനും തിരുകുമാരനും കോടാനുകൂടി നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. ഞങ്ങളും ഈ പറഞ്ഞതുപോലെ 2024 ജൂലൈ മാസത്തിലായിരുന്നു ഉടമ്പടി എടുത്തത്. ഞങ്ങൾക്ക് ഞാനും ചേച്ചിയുടെ മോൻ്റെ ജോലിക്ക് വേണ്ടി ഉടമ്പടി വെച്ചിരുന്നു. അത് സാധ്യമായി കിട്ടിയതിന് നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ 40% സ്ഥലം ഉണ്ടായിരുന്നു. അതിലേക്കൊരു നടവഴി പോലും ഇല്ലാതിരുന്ന ഒരു സ്ഥലമായിരുന്നു. അത് കാരണം വളരെ നേരത്തെ തന്നെ നമ്മളത് വസ്തുവിൻ്റെ ചിന്ത തന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റിയിരുന്നു. കാരണം അതിൻ്റെ അടുത്തുള്ള ഒരു വസ്തുക്കാർ വിചാരിച്ചാൽ അതിലേക്ക് വഴി തരാമായിരുന്നു. പക്ഷേ അവരോട് ചോദിച്ചപ്പോൾ അവർക്ക് താല്പര്യമില്ലായിരുന്നു. പിന്നെ അതിൽ വഴി കിട്ടണമെങ്കിൽ 2 വസ്തുവിൻ്റെ ഉടമസ്ഥ വിചാരിച്ചെങ്കിൽ മാത്രമേ പറ്റത്തുള്ളായിരുന്നു. അത് അങ്ങനെ എഴുതി തള്ളിയ ഒരു കേസായിരുന്നു. അത് കാരണം അതിനെപ്പറ്റി ഒന്നും ഉടമ്പടിയിൽ വെച്ചിരുന്നില്ല. പക്ഷേ എനിക്കത് ചോദിക്കാതെ തന്നെ അമ്മ അതൊരു വലിയ പ്രതിഫലമായി തന്നു. അതിന് കാരണം ഞാൻ വിശ്വസിക്കുന്നത്, ഞാനൊരു ദിവസം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്ന വഴി ഒരു ഹസ്ബൻഡിന് ഒരു ഫോൺ കോൾ വരികയും ഒരു പള്ളിയുടെ മുന്നിലായിട്ട് തന്നെ വണ്ടി നിർത്തുകയുണ്ടായി. അപ്പോൾ അവിടെ അടുത്തൊരു പള്ളിയും മാതാവിൻ്റെ രൂപമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ഇറങ്ങിയെന്നാൽ ഞാനും മോളും കൂടെ സംസാരിക്കുന്ന അത്രയും സമയം ഞങ്ങൾ വെളിയിലിറങ്ങി അവിടെ പ്രാർത്ഥിക്കാമെന്ന് വെച്ച് കയറിയപ്പോൾ അവിടെ 2 കെട്ട് പത്രം, ഇതുപോലെ കൃപാസനത്തിലെ 2 കെട്ട് പത്രം അന്നത്തെ മഴയിൽ നനഞ്ഞ്, ഒരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു, നനഞ്ഞ് കുതിർന്ന് കിടക്കുകയായിരുന്നു. ഇപ്പോൾ അതെനിക്ക് അതവിടെ ഉപേക്ഷിച്ചിട്ട് പോരാൻ മനസ്സ് തോന്നിയില്ല. ഞാൻ ആ പത്രം എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് അത് പിറ്റേ ദിവസത്തെ വെയിലിലും ഫാനിലും ഒക്കെ വെച്ച് ഉണക്കി അതെല്ലാവർക്കും ഞാൻ കൊടുത്തു. എന്നെ കൊണ്ടാവുന്ന പോലെ അത് മൊത്തത്തിൽ എനിക്ക് കൊടുക്കാൻ പറ്റി. അതിനുള്ളൊരു പ്രതിഫലമായിട്ട് ഞാൻ ഒരിക്കലും ഈ വസ്തുവിന് വഴി കിട്ടുമെന്ന് വിചാരിച്ചതല്ല. അതിൻ്റെ അടുത്ത വസ്തുക്കാർ നമ്മളോട് ഇങ്ങോട്ട് വന്ന്, അവരുടെ വസ്തു വിൽക്കാൻ പോയ സമയത്ത് ഇങ്ങോട്ട് വന്ന് നമ്മളോട് നിങ്ങൾക്ക് വഴി വേണോ എന്ന് ഇങ്ങോട്ട് ചോദിക്കുകയും, അങ്ങനെ ഒരു വഴിയുമില്ല, അങ്ങനെ 2 വസ്തുക്കാർ ചേർന്ന് ഒരു വഴിയും ഇല്ലാതിരുന്ന ആ വസ്തുവിലേക്ക് പൊതുവായിട്ട് 3 വസ്തുക്കാർ ചേർന്ന് 6 സെൻറ്റ് സ്ഥലം വഴിക്കായി മാത്രമായി 3 വസ്തുവിലേക്കും പൊതുവഴിയായി ഞങ്ങൾക്ക് കിട്ടുകയുണ്ടായി. അതുപോലെ തന്നെ
എൻ്റെ ആദ്യത്തെ ഉടമ്പടി എടുത്ത സമയത്ത് ഇച്ചിരിയൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അന്ന് എൻ്റെ ഒരു സ്വർണ്ണമാല, ഞാൻ സ്കൂളിൽ ഗസ്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആ സ്കൂളിൽ പോയ കൂട്ടത്തിലാണോ എവിടെയാണോ എന്ന് എനിക്കറിയില്ല, അത് പോയിരുന്നു. അപ്പോൾ ഞാൻ രണ്ടാമത് ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ അത് നിയോഗമായിട്ട് വെച്ചിരുന്നു. 2.25 പവനുണ്ടായിരുന്നു ആ മാല. അപ്പോൾ അത് നിയോഗമായിട്ട് വെച്ചത്. കാരണം വീട്ടിലും എല്ലായിടം തിരക്കി, സ്കൂൾ ബസ്സിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. സ്കൂൾ ബസ്സിൽ നോക്കി, സ്കൂളിലും നോക്കി, അവിടെ എങ്ങും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ ഇനി അന്വേഷിക്കാനായിട്ട് ഒരു സ്ഥലവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ രണ്ടാമത്തെ ഉടമ്പടിയിൽ ഞാനത് നിയോഗമായിട്ട് വെച്ചിരുന്നു. അങ്ങനെ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ അതും പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, ഇനിയും ഹസ്ബൻഡും ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു, അത് പുറത്താർക്കെങ്കിലും കിട്ടിക്കാണും, എങ്ങനെ കിട്ടാനാ എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഒരു ദിവസം ഞാൻ പറയുണ്ടായി, അമ്മേ എനിക്ക് ഇനി ഈ പ്രാർത്ഥന ഞാൻ നിയോഗം ഞാൻ പറയുകയില്ല, കാരണം അതെവിടെയെങ്കിലും മിസ്സായിപ്പോയി കാണും, എനിക്കത് കിട്ടാനൊരു വഴിയുമില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥന നിർത്തി. വൈകിട്ടത്തെ പ്രാർത്ഥന കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉണ്ട് മോൻ ഈ മാല നമ്മുടെ മേശയുടെ ഡ്രോയറിൽ നിന്ന് 2 പേപ്പറുകൾക്കിടയിലായിട്ടിരിക്കുന്ന, അവന് സ്റ്റാപ്ലെയർ പിന്നെ എന്തോ തപ്പിപ്പോയതാണ്, അപ്പോൾ കിട്ടിയതാണെന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നു. അന്ന് ആ പ്രാർത്ഥന ഇനി ഞാൻ പ്രാർത്ഥിക്കത്തില്ല എന്ന് പറഞ്ഞത്, അത് പ്രാർത്ഥിക്കണ്ട എന്ന് തന്നെ മാതാവ് തീരുമാനിച്ചു. എനിക്കത് കിട്ടി. ആ മാല താലിമാലയായിരുന്നു. അതിനോടൊപ്പം തന്നെ ഞാൻ മാതാവിൻ്റെ ലോക്കറ്റും അതിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള, ഞാനിപ്പോൾ ഈ ഗസ്റ്റ് ആയതുകൊണ്ട് ഓരോ വർഷവും ഇൻ്റർവ്യൂവിന് പോയിട്ടാണ് സ്കൂളിൽ കയറുന്നത്. ആ ഇൻ്റർവ്യൂവിന് ചെല്ലുന്ന സ്ഥലത്തും ഞാൻ 2-3 പത്രമായിട്ടായിരിക്കും പോകുന്നത്. എന്നോട് കോമ്പീറ്റ് ചെയ്യാൻ വരുന്നവർക്ക് വരെ ഞാൻ ആ പത്രം കൊടുക്കും, പ്രാർത്ഥിക്കാൻ പറയും. അങ്ങനെ ഇതുവരെ ജോലി ഇല്ലാതെ നിൽക്കേണ്ട അവസ്ഥ അമ്മ തന്നിട്ടില്ല. അതുപോലെ മോൻ്റെ പഠനം അവൻ പഠിത്തത്തിൽ ഇച്ചിരി പുറകോട്ടായിരുന്നു. പഠിത്തത്തിൽ ഒരുപാട് പുറകോട്ടായിരുന്നു. പക്ഷേ അവനെ ഒരു ദൈവങ്ങളെയും പ്രാർത്ഥിക്കുന്നത് ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. പക്ഷേ മാതാവിൽ വളരെ വിശ്വാസവും, രാവിലെ എക്സാമിനും സ്കൂളിലും ഒക്കെ പോകുമ്പോൾ മാതാവിൻ്റെ ഉപ്പും പരിശുദ്ധ തൈലവും ഒക്കെ തേച്ചിട്ടാണ് അവന് പോകുന്നത്. അതിൻ്റേതായ പഠനത്തിൽ വ്യത്യാസമുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് തന്നിട്ടുണ്ട്. അതുപോലെ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ആദ്യമായി ഞാൻ ഉടമ്പടി എടുത്തത്. അമ്മയ്ക്ക് ഒരു സ്ഥലമുണ്ടായിരുന്നു, അവിടെ ഒരു കിണറുണ്ടായിരുന്നു. അത് അടുത്ത അമ്മയുടെ റിലേഷനിൽപ്പെട്ടവർക്ക് വെള്ളം കോരി കുടിക്കാൻ അനുവാദം നൽകിയിരുന്നു. അത് പിന്നീട് അവർ സ്ഥിരമായി ഉപയോഗിച്ചു എന്നുള്ള പേരിൽ അവർ കേസ് കൊടുക്കുകയുണ്ടായി. അപ്പോൾ ആ വസ്തു നമുക്ക് വിൽക്കാനോ അത് കേസ് മാറ്റാനോ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ അത് ഞാൻ ഉടമ്പടി വെച്ചിരുന്നു. അമ്മ ഇത് ഒരുപാട് മാനസികമായിട്ട് അമ്മയെ അലട്ടിയിരുന്നു. 2017 മുതലുള്ള ഒരു കേസായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് 6 മാസത്തിനകമായിട്ട് അമ്മ ആ കേസും പരിഹരിച്ച് തന്നു. അതുപോലെ തന്നെ ആ വസ്തു വിൽക്കാനായി, അതിൻ്റെ ഷെയർ ചേച്ചിക്ക് കൊടുക്കാനായി. ഇതൊക്കെ ഞങ്ങൾക്ക് അമ്മ മാതാവ് കഴിഞ്ഞനുഗ്രഹിച്ച അനുഗ്രഹങ്ങളാണ്. എത്രയും കാലം ഈ ഉടമ്പടിയിൽ മുന്നോട്ട് പോകാമോ അത്രയും കാലം തന്നെ മുന്നോട്ട് പോകണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഓൾഡ് ഏജ് ഹോമുകൾ സന്ദർശിച്ച് അവർക്ക് വേണ്ട ആഹാരങ്ങൾ, അതുപോലെ തന്നെ അനാഥ കുട്ടികളുടെ അവിടെയൊക്കെ സന്ദർശിച്ച് അവിടെ വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ പത്രങ്ങൾ എല്ലാം വിതരണം ചെയ്യാറുണ്ട്. നമുക്ക് കിട്ടുന്ന പത്രങ്ങളല്ലാതെ ഇവിടെ വന്ന് വാങ്ങിച്ച് പത്രങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ പലരും നമ്മളോട് പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മളിവിടെ പ്രത്യേകമായി പ്രാർത്ഥിക്കാറുണ്ട്. എനിക്ക് വേണ്ടി മാത്രമല്ല ഞാൻ നിയോഗങ്ങൾ അർപ്പിക്കാറുള്ളത്. നമ്മളുടെ പരിചയത്തിലുള്ളവർക്ക് അസുഖങ്ങൾ വന്നാലോ അവർ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാലോ അവരുടെ പേരുകൾ പ്രത്യേകം എഴുതി ഞാൻ നിയോഗത്തിൽ സമർപ്പിക്കാറുണ്ട്. ഈ തന്ന അനുഗ്രഹങ്ങൾക്കെല്ലാം ഇനിയും എൻ്റെ കുടുംബത്തിന് അനുഗ്രഹങ്ങൾ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആദ്യമായി ഈ ആൾത്തരമിൽ നിന്ന് സാക്ഷ്യം പറയാൻ അവസരം കിട്ടിയതിന് ഈശോയ്ക്കും മാതാവിനും ഞാൻ ആദ്യമായി നന്ദി പറയുന്നു. എൻ്റെ പേര് നിഷ. ഇതെൻ്റെ മക്കളാണ് അബിൻ, അമൽ. ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിലെ മങ്ങാട് സെൻറ്റ് ജോർജ് ഇടവാംഗമാണ്. ഞാനിവിടെ ആദ്യമായി വന്നത് 2023 മെയ് 22-ാം തീയതിയാണ് ഇവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുത്തത്. അതെൻ്റെ മക്കൾക്ക് വേണ്ടിയാണ്. എൻ്റെ അമലെന്ന ഇവനെ, ചെറിയ മകനെ, വളരെ 6 മാസം മുതൽ തന്നെ അവന് അലർജി മൂലം വളരെ ബുദ്ധിമുട്ടാണ്. ഒരു 12 വർഷമായി അലർജി രോഗം മൂലം ബുദ്ധിമുട്ടണു. ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചു. ഒരുപാട് മരുന്നുകൾ, അലർജിയുടെ മരുന്നുകളായാലും അങ്ങനെ ഒരുപാട് മരുന്നുകൾ അവൻ ഇത്രയും വർഷത്തിനുള്ളിൽ അവൻ കഴിച്ചുകൊണ്ടിരുന്നു.
ഈ അലർജി കാരണം ശ്വാസം മുട്ടലും കഫക്കെട്ടും വന്നു കഴിഞ്ഞാൽ പിന്നെ അവന് തീരെ ശ്വാസം കിട്ടാൻ ഭയങ്കര വിഷമമാണ്. അങ്ങനെ ഒരുപാട് സ്കൂളുകളിലേക്ക് പോകാൻ പറ്റില്ല, ഉറങ്ങാൻ പറ്റില്ല. ഒരുവിധം വലുതാവുന്ന വരെ അവനെ തോളിൽ ഞങ്ങൾ ഇട്ടിട്ട് ഭിത്തിയിൽ ചാരി ഇരുന്നിട്ടാണ് ഞങ്ങൾ ഉറങ്ങാനൊക്കെ ചെയ്യുക. അത്രയും ബുദ്ധിമുട്ടായിരുന്നു അവന്. അത് ഇൻഹൈലർ വരെ ഉപയോഗിച്ച് തുടങ്ങി. അവസാനം അത് ഉപയോഗിക്കേണ്ടി വരുന്നതാണ് ഡോക്ടർമാർ പറഞ്ഞത്. അപ്പോഴാണ് ഞങ്ങൾ ആ സമയത്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് നിയോഗത്തിൽ ഞാൻ വെച്ചിരുന്നു. നിയോഗം വെച്ചു. ആദ്യത്തെ പുതുക്കൽ ആവുമ്പോഴേക്കും പിന്നീട് അവനെ അങ്ങനത്തെ ഒരു അസുഖം അവനെ ഇന്നത്തെ വരെ ഉണ്ടായിട്ടില്ല. സാധാരണ പനി ജലദോഷം വരുന്നുണ്ടെങ്കിലും അതിനു മുന്നേ വന്നിരുന്ന അലർജി മൂലം വന്നിരുന്ന ആ ശ്വാസം മുട്ടലും ആ കഫക്കെട്ടും അവന് പിന്നെ ഇന്നത്തെ വരെ അവന് ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ എൻ്റെ മൂത്ത മകനെ അവൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പഠിപ്പിൽ കുറച്ച് പിന്നാക്കമായിരുന്നു. പഠിക്കും പക്ഷേ എങ്കിലും അവൻ നല്ല ശ്രദ്ധയോടുകൂടി ഇരിക്കില്ല. വായിക്കുന്നതൊന്നും വളരെ ശ്രദ്ധയില്ലാണ്ടാണ് അവൻ വായിക്കുക. അങ്ങനെ 10ാം ക്ലാസ് പരീക്ഷയായി. ഹാഫ് ഇയർലി കഴിഞ്ഞു, ക്വാർട്ടർലി കഴിഞ്ഞു. ഹാഫ് ഇയർലിയിൽ ഓരോ സബ്ജക്റ്റ് പോവും. അതുപോലെ മോഡൽ എക്സാം കഴിഞ്ഞു. മോഡൽ എക്സാമിലും ഓരോ സബ്ജക്റ്റ് 2 സബ്ജക്റ്റൊക്കെ അവൻ ഫെയിലായി. അങ്ങനെ എല്ലാവർക്കും നല്ല വിഷമമായിരുന്നു. അങ്ങനെ ഞാൻ അവൻ്റെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായി അവൻ 10ാം ക്ലാസ്സിൽ 81% മാർക്കോടുകൂടി പാസ്സാവുകയും +1 സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കാനായിട്ട് അവസരം കിട്ടുകയും ചെയ്തു. പിന്നെ ഇവിടെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം കൊണ്ടുപോയി പത്രം ഇവിടുന്ന് വാങ്ങിച്ച് എല്ലാ ഇവിടെ വീടുകളിലും ഹിന്ദുസിൻ്റെ വീടുകളിലും പള്ളികളിലൊക്കെ പോകുമ്പോൾ ഞാൻ കൈകളിൽ എടുത്ത് കൊടുക്കുകയാണ് ചെയ്യാറ്. അവിടെ വെച്ചിട്ടൊന്നും പോവില്ല, കൈകളിലെടുത്ത് ഓരോരുത്തർക്കും പറഞ്ഞ് കൊടുക്കും. അതുപോലെ തന്നെ വീടുകളിൽ പോകുമ്പോൾ എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ ആ സാക്ഷ്യങ്ങളെല്ലാം അവരോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് അവർക്ക് ഞാൻ പത്രം കൊടുക്കാറ്. അതുപോലെ പത്രം കൊടുക്കാൻ പോകുമ്പോൾ വീടുകളിൽ അപ്പോൾ അവിടെയുള്ള ആരെങ്കിലും ചോദിക്കും എന്നാണ് ഇനി കൃപാസനത്തിലേക്ക് പോകണം, എനിക്കും വരാനാണ് എന്ന് പറയാറുണ്ട് പലരും. അങ്ങനെ ഒരു 11 പേരോളം എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു പല പ്രാവശ്യമായിട്ട്. 8 പേരോളം അവർ ഉടമ്പടി എടുത്തു. ആരും നിർബന്ധിച്ചിട്ടൊന്നുമല്ല, പക്ഷെ അവരായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുക ചെയ്യുക പത്രം കൊടുക്കാൻ പോകുമ്പോൾ എന്നാണ് പോവുക, ഞങ്ങൾക്കും കൂടി വരാനാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എനിക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ മാതാവിനെ കുറിച്ച് സംസാരിക്കാനും ആരെന്നെ കണ്ടാലും മാതാവിനെ പറ്റി സംസാരിക്കാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് വേസ്റ്റ് ആക്കാറില്ല. മാതാവിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും എനിക്കറിയാവുന്നതും എനിക്ക് കിട്ടിയ അനുഭവങ്ങളും എല്ലാം ഞാൻ മാതാവിനെ കുറിച്ച് സംസാരിച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. അതുപോലെ കഴിഞ്ഞ മാസം വന്നിട്ട് ഞാൻ ബസ്സിൽ പോകുന്ന സമയത്താണ് ഒരു ചേച്ചി എന്നോട് ഈ കൃപാസനം പത്രത്തിൻ്റെ കവർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അത് ബസ്സിൽ പോകുമ്പോൾ പിടിക്കാനായിട്ട് ഞാൻ ഒരു ചേച്ചിയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചി ചോദിച്ചു എന്നോട് ഇതെന്താണ് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ മാതാവിൻ്റെ കൃപാസനം ആലപ്പുഴയിലൊരു മാതാവുണ്ട്, അവിടെ പോയിട്ട് വരികയാണ്, അവിടുത്തെ പത്രമാണ് ഇതെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പത്രം വാങ്ങിച്ചില്ല, എങ്കിലും അവർ പറഞ്ഞു ഞാനിങ്ങനെ യൂട്യൂബിൽ കാണാറുണ്ട്, മാതാവിൻ്റെ സാക്ഷ്യങ്ങളും ധ്യാനങ്ങളൊക്കെ ഞാൻ യൂട്യൂബിൽ കാണാറുണ്ട് എന്നവർ പറഞ്ഞു. അതുപോലെ തന്നെ യൂട്യൂബ് സാക്ഷ്യങ്ങൾ ഞാൻ സ്റ്റാറ്റസ് ഇടാറുണ്ട്, കാണാറുണ്ട്. അതുമാതിരി അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ഞാൻ ഉടമ്പടി എടുത്തത് മുതലേ ഇന്നലെ വരെയുള്ള അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ ഞാൻ ഇതുവരെ മുടക്കിയിട്ടില്ല. അതുപോലെ സാക്ഷ്യങ്ങൾ കണ്ട ഉടമ്പടി ധ്യാനങ്ങൾ ഞാൻ സ്റ്റാറ്റസ് ഇടാറുണ്ട്. അതുപോലെ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും കാണും. മക്കളായാലും അതുപോലെ തന്നെയാണ് അവർ ഡെയിലി ബ്രെഡ് 5:30 അവർ കാണും. അതുപോലെ ഉടമ്പടി ധ്യാനം ഞാൻ കാണുന്ന സമയത്ത് അവർക്ക് സ്കൂളില്ലാത്ത ദിവസങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരത് കാണാനായിട്ട് ശ്രമിക്കാറുണ്ട്. അതുപോലെ ആത്മീയ കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ഞാൻ ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം പ്രാർത്ഥനയും കാര്യങ്ങളും കൂടുതൽ ആഴപ്പെടാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ കുമ്പസാരം ആദ്യം വീട്ടിലൊക്കെ ആണ്ടിലൊരിക്കൽ അങ്ങനെയുള്ള ഒരു കുമ്പസാരമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പം എല്ലാ മാസത്തിലും എല്ലാവരും കുമ്പസാരിക്കുകയും പ്രാർത്ഥനയായാലും അതുപോലെ എല്ലാ മാസത്തിലും പള്ളിയിലുണ്ടാവുന്ന ഒരു ധ്യാനമുണ്ട്. ആ ധ്യാനത്തിൽ പങ്കുചേരാനും പോയി പ്രാർത്ഥിക്കാനും
മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹവും കൃപയൊക്കെ ദൈവം മാതാവ് ഈശോയിലൂടെ ഒരുപാട് എനിക്ക് നൽകിയിട്ടുണ്ട്. ഒരുപാട് പേര് പറയാറുണ്ട്, ചേച്ചി പോകുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ പറഞ്ഞവരുടെ എല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കാറ്. ഞാൻ വ്യക്തിപരമായി 1 മണിക്കൂർ നേരമെങ്കിലും ഞാൻ സ്വന്തമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കും സന്ധ്യാസമയങ്ങളിൽ. അതുപോലെ തന്നെ ബൈബിൾ വായനയാണെങ്കിലും അരമണിക്കൂറൊന്നുമല്ല, അരമണിക്കൂറിലും കൂടുതൽ ഞാൻ വായിക്കാറുണ്ട്. അച്ഛൻ ധ്യാനത്തിൽ പറയുന്ന പോലെ ചരിത്രം വായിക്കണ മാതിരി നമ്മൾ വായിച്ചാൽ ഒന്നും മനസ്സിലാവില്ല. അത് ആദ്യ സ്വർഗസ്ഥനായി വിശ്വാസ പ്രമാണം, സ്വർഗസ്ഥനായി നന്മ നിറഞ്ഞ മറിയം ചൊല്ലിയിട്ട് വേണം നമ്മൾ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നമ്മൾ മൗനമായിരുന്നു വേണം ബൈബിൾ വായിക്കാനെന്ന് അച്ഛൻ ഇതിൽ പറയുകയുണ്ടായി. അപ്പം ഞാനതുമാതിരി അങ്ങനെ വായിക്കാനായിട്ട് ഞാൻ വായിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ബൈബിളിലെ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഈശോ സംസാരിക്കണ മാതിരി എനിക്ക് അനുഭവപ്പെടാറുണ്ട്. പിന്നെ പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഞങ്ങളുടെ അവിടെ അമ്പലപുരം അവിടെ ഒരു പീസ് ഹോം എന്നുള്ളൊരു സ്ഥാപനമുണ്ട്. അവിടെ പോയിട്ട് അവിടെ അങ്ങനെ വയ്യാത്ത ആൾക്കാരാണ്, കാലുകൊണ്ടും ഒക്കെ നടക്കാൻ പറ്റാത്ത, അവരും പരസഹായം ഇല്ലാണ്ട് ഒന്നിനും പറ്റാത്തവരാണ്. അപ്പോൾ അവിടെ പോയി അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാനും അവർക്ക് ഭക്ഷണം വാരി കൊടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പോയി ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വീട്ടിലേക്ക് ഇങ്ങനെ പല സ്ഥാപനങ്ങളിൽ നിന്ന് സഹായം ചോദിച്ചു വരും. അപ്പോൾ അവർക്കൊക്കെ നമ്മളെ കൊണ്ട് പറ്റാവുന്ന തരത്തിലുള്ള സാമ്പത്തിക സഹായങ്ങൾ ഞാൻ കൊടുക്കാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ വളരെയധികം നന്ദിക്കും തിരുക്കുമാരനും നന്ദി പറയുന്നു. എൻ്റെ പേര് വിനു. ഞാൻ തൃശ്ശൂർ ലൂർദ് പള്ളി ഇടവകക്കാരിയാണ്. എൻ്റെ മകൾ ആതിരയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. 2024 മാർച്ച് 22-നാണ് ഞാൻ ഉടമ്പടി എടുത്തത്. മകള് ജൂലൈ 22 2024 ഉടമ്പടി എടുത്തു. എൻ്റെ ഉടമ്പടിയിൽ ഒരു നിയോഗം വെച്ചിരുന്നത് മകൾക്ക് PhDക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. ഇവിടെ വന്ന് മോൾ ഉടമ്പടി എടുത്തതിന് ശേഷം അതിന് മുൻപായിട്ട് 2 നെറ്റ് എക്സാം എഴുതി. ആ സമയത്താണ് ഇവള് PhDക്ക് അഡ്മിഷൻ ആഗ്രഹിച്ച സമയത്താണ് ഗവൺമെൻറ്റിലൊരു റൂള് വന്ന് നെറ്റ് പാസ്സാവാതെ PhDക്ക് അഡ്മിഷൻ കിട്ടില്ല. ആ 2 പ്രാവശ്യവും എൻട്രൻസ് എഴുതി. 2 മാർക്കിന്, ഒരു പ്രാവശ്യം 3 മാർക്കിന് അങ്ങനെ അത് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. ഇവൾക്ക് ഭയങ്കര സങ്കടമായി. ഉടനെ ഇവളും വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തിട്ടും ഒരു എക്സാമും കൂടെ എഴുതി. അതും ഇതേപോലെ തന്നെ ക്ലിയർ ചെയ്തില്ല. പക്ഷെ അന്ന് അതിനുശേഷം പുതുക്കാൻ വന്നപ്പോൾ അച്ഛനെ ഇവിടെ ഏപ്രിൽ മാസത്തിൽ വന്ന് കണ്ടു, പ്രാർത്ഥിച്ചു. ഞാൻ തിരിച്ച് ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോൾ സിംബയോസിസിൽ ഇങ്ങനെ ഇവളുടെ സബ്ജക്റ്റ് ഇൻ്റർനാഷണൽ റിലേഷനാണ്. അപ്പോൾ അതിൽ ഏറ്റവും നല്ല ഒരു കോളേജാണത്. അപ്പോൾ അവിടെ അപ്ലൈ ചെയ്യാമെന്നൊക്കെ ആഗ്രഹിച്ചു, അവിടെ കൊടുക്കാം. പക്ഷേ അവിടെയും 9 സീറ്റേ ഉള്ളൂ. 6 സീറ്റ് നെറ്റ് ക്ലിയർ ചെയ്തവർക്കും 3 സീറ്റാണ് നെറ്റ് ക്ലിയർ ചെയ്യാത്തവർക്കും. അപ്പോൾ ഇത് കേട്ടപ്പോൾ എല്ലാവരും ഞങ്ങളെ നിരുത്സാഹപ്പെടുത്തി. എങ്കിലും അമ്മയുടെ മധ്യസ്ഥ ശക്തിയിൽ ആശ്രയിച്ച് നമ്മൾ എക്സാം എഴുതി. എക്സാമിൻ്റെ റിസൾട്ട് ഇവള് ഉടമ്പടി എടുത്ത് 1 വർഷം കഴിഞ്ഞ ആ സമയത്ത് 22-ാം തീയതിയാണ്, ജൂലൈയിലാണ് വന്നത്. എക്സാം അവൾ ക്ലിയർ ചെയ്തു. എക്സാം ക്ലിയർ ചെയ്തുകൊണ്ട് സീറ്റ് നമുക്ക് കിട്ടിയില്ല. അവിടെ എൻട്രൻസ് ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്യണം. അപ്പോൾ ഇൻ്റർവ്യൂവിൽ അവർ പറഞ്ഞു 8 മെമ്പേഴ്സ് ഉള്ള ഒരു പാനലാണ് നമ്മുടെ പ്രൊപ്പോസൽ അവിടെ പ്രസൻറ്റ് ചെയ്യണം. ഇന്ത്യയിൽ നിന്നുള്ളവരും അബ്രോഡ് പുറത്തു നിന്നുള്ളവരൊക്കെ ആ പാനലിലുണ്ട്. ഇവള് ഒരുങ്ങിയിട്ടൊക്കെ തന്നെയാണ് അതിന് പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് കാശുരൂപെല്ലാം പിടിച്ചിരുന്നു. ഇവള് പ്രസൻറ്റ് ചെയ്ത് കുറച്ച് വൈഡായി പോയി. ഇവള് പറഞ്ഞ കുറേ പോയിൻറ്റ്സ് അവർ ചോദിച്ചപ്പോൾ ഇവൾക്ക് ആഗ്രഹിച്ച വിധത്തിലൊന്നും പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ കാശുരൂപം കയ്യിലെടുത്തിരുന്നു. ഇവള് ജപമാല ചൊല്ലിയിട്ട് തന്നെയാണ് അവിടെ കയറിയത്. പക്ഷേ കഴിഞ്ഞപ്പോൾ പറഞ്ഞു അമ്മ ഇടപെടുമെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിച്ചു. എല്ലാ മാസം 13-ാം തീയതി ഞങ്ങൾ അഖണ്ഡ ജപമാല ചൊല്ലിയും 12-ാം തീയതി മുതൽ 14-ാം തീയതി വരെ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. അന്ന് ആ പ്രാവശ്യം 14-ാം തീയതി ഓഗസ്റ്റ് 14-ാം തീയതി ഇവളുടെ റിസൾട്ട് വന്നു. അപ്പോൾ അതിൽ അവൾ ക്ലിയർ ചെയ്തു. അവൾക്ക് PhDക്ക് അഡ്മിഷൻ കിട്ടിയായിരുന്നു. അടുത്തൊരു പ്രശ്നം ഗൈഡിനെ കണ്ടെത്തി പിടിക്കുക. നമ്മൾ തന്നെ ചെയ്യണം. അഡ്മിഷൻ കിട്ടിയാലും അതിൻ്റെ എല്ലാ പ്രോസസ്സിങ്ങും നടക്കുന്നത് ഗൈഡിനെ കിട്ടി ഗൈഡിൻ്റെ ലെറ്റർ സബ്മിറ്റ് ചെയ്യണം. അത് നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത്. ഞങ്ങൾക്ക് 2 പേരെ ഗൈഡായിട്ട് കിട്ടി. അപ്പോൾ അതിലൊരാളെ ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ച ഒരു മാമിനെ, മറ്റേതൊരു സാറായിരുന്നു, ഒരു കാശ്മീരി സാറാണ്. അപ്പോൾ മാമിനെ തന്നെ എടുക്കാമെന്നുള്ളൊരു വിധത്തിൽ മുന്നോട്ട് പോയി.
അങ്ങനെ വളരെ സന്തോഷത്തിലിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് മാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥയിൽ മോൾക്ക് ഫെലോഷിപ്പും കിട്ടി. പക്ഷേ ഈ ഫെലോഷിപ്പിൻ്റെ പേപ്പർ ഈ സെപ്റ്റംബർ 23 നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആ ഓണത്തിൻ്റെ വെക്കേഷൻ്റെ സമയത്തൊക്കെ മാമിനെ വിളിക്കുമ്പോൾ മാം റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഞങ്ങൾക്കും വിഷമമായി. അവിടെ നിന്ന് അങ്ങോട്ട് കുറേ തടസ്സങ്ങളായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞ് ഓഗസ്റ്റ് അവസാനമായിപ്പോൾ മാം പറഞ്ഞു, പേഴ്സണലി എനിക്കൊരു ഇഷ്യൂ വന്നു, ഞാൻ ആ കോളേജിൽ നിന്ന് റിസൈൻ ചെയ്തു, എനിക്ക് ഗൈഡാവാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾക്ക് അടുത്തൊരു വഴിയില്ല. ഞങ്ങളോട് മുൻപ് പറഞ്ഞ സാറിനെ ഞങ്ങൾ മെയിൽ ചെയ്തു. അവരുടെ ഒന്നും ഫോൺ നമ്പറിലൊന്നും നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പാടില്ല, അത് റൂളിന് അഗെയിൻസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ മെയിലിൽ കൂടെ മാത്രമാണ് അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മെയിലിൽ കൂടെ കോൺടാക്ട് ചെയ്തു. അവരാരും ആദ്യം പറഞ്ഞ സാറ് പറഞ്ഞു, ഓൾറെഡി മോളെ ഞാൻ ഇത്ര ദിവസമായില്ലേ, ഞാൻ വേറെ ആളെ എടുത്തു. ബാക്കി ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. പോവേണ്ട ദിവസം എടുത്തു, ഫെലോഷിപ്പും നഷ്ടമാവും എന്നുള്ളൊരു അവസ്ഥയായി. ഈ സെപ്റ്റംബർ 20 ഞങ്ങൾ ഇവിടെ വരാം. ഫ്രൈഡേ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തു ഇവിടേക്ക് വരാം. പക്ഷെ അന്ന് ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് ഞങ്ങളുടെ വീട്. അവിടെ റോഡ് ടാറിട, വണ്ടികളൊന്നും പോകുന്നില്ല, ഞങ്ങൾ ഡ്രൈവ് ചെയ്യൂല, വണ്ടി കിട്ടൽ സാധിക്കില്ല. അപ്പം ഞാൻ ഇവളോട് പറഞ്ഞു 3 മണിക്ക് നമുക്ക് എഴുന്നേൽക്കാം, വണ്ടി കിട്ടിയാൽ നമുക്ക് പോരാം. അത്ഭുതകരമായിട്ട് ഞങ്ങൾക്കൊരു വണ്ടി കിട്ടി. ഞങ്ങൾ ഇവിടെ എത്തി വിശുദ്ധ കുർബാന അർപ്പിച്ചതിന് ശേഷം ജോസഫച്ചനെ കാണാൻ സാധിച്ചു. ജോസഫച്ചൻ ഇവളുടെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നിന്നെ ഉടമ്പടിയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കും. അത്ഭുതകരമായി ഞങ്ങൾ ഇവിടെ നിന്ന് ട്രെയിനിൽ ചേർത്തല റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ സമയത്ത് തന്നെ ഇവളുടെ മെയിലിലേക്ക് ഒരു മെയിൽ വന്നു. ഒരു സാറ് സമ്മതം ഗൈഡാവാനും ഫെലോഷിപ്പിൻ്റെ എല്ലാ പേപ്പേഴ്സും സൈൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ 22 മൺഡേ ആണ് അവൾ പൂനെക്ക് പോയത്. അവിടെ 23 പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്യണം. 23 ഇവർക്ക് ഇൻഡക്ഷൻ പ്രോഗ്രാമാണ്. അവിടെ ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം അമ്മ എങ്ങനെ ഇടപെട്ടെന്ന് അവൾ തന്നെ പറയും. എൻ്റെ പേര് ആതിര. അപ്പോൾ 20 ശനിയാഴ്ച ഇവിടെ വന്ന് അച്ഛനെ കണ്ട് അച്ഛൻ എന്നോട് സംസാരിച്ചു. മാതാവിന് വേണ്ടി സാക്ഷ്യം പറയാൻ എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങളോട് പ്രാർത്ഥിച്ചു. ഞങ്ങളിവിടെ റോസറി ഒക്കെ എത്തിച്ച്, മാസ് കഴിഞ്ഞ് റോസറി എത്തിച്ചിട്ട് ആരാധനയിൽ പോയി അവിടെ പോയി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റിട്ടേൺ പോണ വഴിക്കാണ് ഈ മെയിൽ വന്നത്. അപ്പോൾ മെയിൽ വന്നപ്പോഴും സാറ് പറഞ്ഞു, അവിടെ വാ, അവിടെ വന്നിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം. അപ്പോൾ എനിക്ക് ഇൻഡക്ഷൻ പ്രോഗ്രാം ആയിരുന്നു 23rd മോർണിംഗ്. അപ്പോൾ ഇൻഡക്ഷൻ പ്രോഗ്രാം പൂനെ ടൗണിൽ നിന്ന് ഒരു 1.5 hours ഡിസ്റ്റൻസ് ഉള്ള ലവലി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഈ സാറിനെ കാണാൻ വരേണ്ടത് എനിക്ക് വീണ്ടും തിരിച്ച് ടൗണിൻ്റെ ഉള്ളിലേക്ക് 1.5 മണിക്കൂർ വന്ന് ഒരു 40 കിലോമീറ്ററോളം കണ്ടുണ്ട്. അവിടെ വരെ വന്നിട്ട് വേണം ഈ സാറിനെ കണ്ട് ഒപ്പ് മേടിക്കുക. അപ്പോൾ 23rd 24th മാത്രമാണ് അവിടെ നിൽക്കണേ. ഈ 24th വൈകുന്നേരത്തിന് ഉള്ളിൽ സർട്ടിഫിക്കറ്റ്സും ഫെലോഷിപ്പിൻ്റെ ഡോക്യുമെൻറ്റ്സും എനിക്ക് സബ്മിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ആ ഫെലോഷിപ്പ് അവർ വേറെ ആൾക്ക് കൊടുക്കും, നമ്മുടെ ഓപ്പർച്യൂണിറ്റി പോവും. അപ്പോൾ എനിക്ക് സാറിന് മെയിൽ മാത്രമേ കോൺടാക്ട് ചെയ്യാനുള്ള ചാൻസ് ഉള്ളൂ. അപ്പോൾ ഞാൻ മെയിൽ അയച്ചു, സാറിനോട് പറഞ്ഞു ഞാൻ വരാം സാറേ. എന്തായാലും മാതാവ് എനിക്കൊരു ആൻസർ തന്ന പോലെ ഞങ്ങൾ അവിടെ വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ എനിക്ക് മെയിൽ തന്നല്ലോ. അപ്പോൾ ഞാൻ അവിടെ പോയി. അപ്പോൾ അവിടെ പോയപ്പോൾ ഞാൻ കാലത്ത് തന്നെ ആ പ്രോഗ്രാമിലെ കോർഡിനേറ്റേഴ്സിനോട് ചോദിച്ചു, എനിക്ക് ഇങ്ങനെ പോകണം, ഞാൻ ഇത്രയും ദൂരത്തു നിന്നാണ് വരണേ, എനിക്ക് തിരിച്ച് പിന്നെ ഒരു ദിവസം വെയിറ്റ് ചെയ്ത് വരാൻ പറ്റില്ല. അപ്പോൾ അവർ സമ്മതിച്ചില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ പോക്കറ്റിൽ മാതാവിൻ്റെ കാശുരൂപം പിടിച്ച് കൊന്തയും പിടിച്ചാണ് ഞാനിത് ഇവർ മീറ്റ് ചെയ്യാൻ പോയേ. അതുകൊണ്ട് വീണ്ടും ലഞ്ച് ബ്രേക്ക് ആയപ്പോൾ ഞാൻ വീണ്ടും പോയി ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ശരി പോയിക്കോ, പക്ഷേ 4:30 ഉള്ളിൽ എത്തിയില്ലെങ്കിൽ അന്നത്തെ ആ ഒരു അറ്റൻഡൻസ് എൻ്റെ പോകും. അറ്റൻഡൻസ് പോയി കഴിഞ്ഞാൽ ഇൻഡക്ഷൻ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അഗെയിൻ ആ അഡ്മിഷന് അത് പ്രോബ്ലം ആവും. അപ്പോൾ 1:30 ഉബർ അങ്ങനെ ഒന്നും കിട്ടണില്ല. എന്നിട്ട് എന്തോ ഒരു അത്ഭുത പ്രകാരം ഒരു ഹിൽ പോയിൻ്റാണ്, അപ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടാണ് പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ വരാൻ. ഒരു ഓട്ടോ കിട്ടി. എന്നിട്ട് ഓട്ടോ എങ്ങനെയാണ് അവിടെ ഒരു 3 മണിക്കുള്ളിൽ എത്തിയെന്ന് അറിയില്ല, കാരണം അത്രയും തിരക്കായിരുന്നു. വീക്കെൻഡ് കഴിഞ്ഞിട്ട് ഹോളിഡേ കഴിഞ്ഞിട്ടുള്ളത് ഭയങ്കര തിരക്കായിരുന്നു. എന്നിട്ട് അവിടെ പോയി. അപ്പോഴും ഞാൻ കാശുരൂപം പിടിച്ചു. ആദ്യം അവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. സെക്യൂരിറ്റി ഒന്നും ആദ്യം കയറ്റിയില്ല, കാരണം എനിക്ക് അപ്പോയിൻമെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒരു മെയിൽ ഉണ്ടായിരുന്നുള്ളൂ സാറിനൊക്കെയാണ്. പിന്നെ ഞാൻ പ്രാർത്ഥിച്ച് സാറിന് ഒന്നും കൂടി മെയിൽ അയച്ചു. സാർ എന്നെ കയറ്റി വിട്ടു. അത് കഴിഞ്ഞിട്ട് അപ്പോഴും ഞാൻ വിചാരിച്ചു ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, കാരണം പ്രപ്പോസലൊക്കെ സബ്മിറ്റ് ചെയ്തതിന് ഈ സാറിനോട് നമ്മളൊന്നും സംസാരിച്ചിട്ടില്ല. സാറിന് നമുക്ക് ലാസ്റ്റ് മിനിറ്റ് അല്ലേ സാറിന് സംസാരിക്കാൻ പറ്റി. അപ്പോൾ ഞാൻ അവിടെ പോയി, പക്ഷേ സാറ് ഒരു കുഴപ്പവും പറഞ്ഞില്ല. സാർ എനിക്ക് എല്ലാ ഒപ്പൊക്കെ ഇട്ട് തന്നു. അത് കഴിഞ്ഞിട്ട് അഗെയിൻ ആ ഒരു 4:30 മുമ്പ് എത്തണം എന്ന് പറയണത് വളരെ ഇമ്പോസിബിൾ ഒരു സിറ്റുവേഷൻ, കാരണം അത്രയും ട്രാഫിക്കാണ്. സ്കൂളൊക്കെ വിട്ട സമയം. പക്ഷേ എങ്ങനെയൊക്കെയോ ഞാൻ അവിടെ എത്തി. അപ്പോൾ ഞാൻ ഹിൽ സ്റ്റേഷനിൽ സാറിനെ കാണാനും തിരിച്ച് റിട്ടേണും Isaiah 45:2 അത് എത്തിച്ച് റോസറി എത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
അത് കഴിഞ്ഞ് ഞാൻ അവിടെ എത്തി 4:30 അവിടെ എത്തി. അപ്പോൾ ഞാൻ ഒരു സബ്മിറ്റ് ചെയ്യാം. പക്ഷേ എനിക്ക് PG 2024 പാസ് ഔട്ടാണ് ഞാൻ. PG സർട്ടിഫിക്കറ്റ് നെക്സ്റ്റ് ഇയർ ഏപ്രിലിൽ എനിക്ക് കിട്ടുള്ളൂ, ഡിഗ്രി സർട്ടിഫിക്കറ്റ്. അപ്പോൾ അതില്ലാണ്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ 24th സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ എനിക്ക് എൻ്റെ അഡ്മിഷൻ പോവും. പക്ഷേ അഗെയിൻ സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള ഒരു ചാൻസും ഇല്ല. അപ്പോൾ ഞാൻ അത് അന്ന് 23rd എന്നോട് തിരിച്ചു പോകാൻ പറഞ്ഞു. 24th ഈവനിങ് ആണ് ഞാൻ റിട്ടേൺ വരണേ. 24th മോർണിംഗ് ഞാൻ വീണ്ടും അവരോട് പോയി സംസാരിച്ചു. ഉച്ചയ്ക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ ഉച്ചയായപ്പോഴേക്കും എനിക്ക് നല്ല ടെൻഷനായി. അപ്പോഴും ഞാൻ കൊന്തെത്തിച്ചു. ഞാൻ അമ്മോടൊക്കെ വിളിച്ച് പറഞ്ഞു, അവരും കൊന്തെത്തിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഞാൻ പോയി. അപ്പോൾ ഒരു മാമിനെ കാണണം. പക്ഷേ ആ മാം ഞാനൊരു 30 മിനിറ്റ്സോളം വെയിറ്റ് ചെയ്തു. പക്ഷേ മാം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആയിക്കൂടി മീറ്റ് ചെയ്യാൻ പറ്റുന്നത് വൈകുന്നേരം ഒരു 4:30 4:30 to 5 മണി വരെ. ആയിക്കൂടി ഒരു അരമണിക്കൂർ ഞാൻ അവരെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ 3 മണിക്ക് കരണക്കൊന്ത് എത്തിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇടയ്ക്ക് ഒന്നൊരു ഗ്യാപ്പ് ഇട്ടിട്ട് അവരൊന്ന് കാണാൻ പോയി. ഒരു മിറാക്കിൾ പോലെ അവരവിടെ ഉണ്ടായിരുന്നു. ആ മാമിനോട് ഞാൻ സംസാരിച്ചു. അപ്പോൾ മാമിൻ്റെ കൂടെയുള്ള വേറെ സാറ് പറഞ്ഞില്ല, സർട്ടിഫിക്കറ്റില്ലാണ്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കുറേ പറഞ്ഞു, ഞാനിങ്ങനെ മാതാവിനോട് മനസ്സിൽ പ്രാർത്ഥിച്ച് വീണ്ടും എന്നിട്ട് ഈ മാമിനോട് ഒന്നും കൂടി ഒരു റിക്വസ്റ്റ് പോലെ പറഞ്ഞു, മാം ഞാൻ അവരുടെ വല്ല ബോണഫൈഡ് എങ്ങാനും തരാം, അന്നാലെങ്കിലും ഒന്ന് സബ്മിറ്റ് ചെയ്യാൻ സമ്മതിക്കുമോ എന്ന് ചോദിച്ചു. പക്ഷേ മാം പറഞ്ഞു കുഴപ്പമില്ല, ബാക്കിയെല്ലാം ഇല്ലേ, അപ്പോൾ എല്ലാ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. അങ്ങനെ ആ കാരണക്കൊന്ന് എത്തിച്ച് ഒരു 5 മിനിറ്റ്സിനുള്ളിൽ ആ സർട്ടിഫിക്കറ്റ്സ് എല്ലാം എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റി. PG സർട്ടിഫിക്കറ്റ് നെക്സ്റ്റ് ഇയർ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. എൻ്റെ ഫെലോഷിപ്പിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്തു. എനിക്ക് ലാസ്റ്റ് വീക്ക് ക്ലാസ് തുടങ്ങി. മാതാവിന് 1000 നന്ദി. പ്രേക്ഷിത പ്രവർത്തനം ഞങ്ങൾ ഇവിടുന്ന് വാങ്ങുന്ന ഉടമ്പടി പത്രം വീടുകളിൽ പോയി കൊടുക്കും. പലരും വളരെ തമാശയായിട്ട് അതിനെ കാണാറുണ്ട്. എങ്കിലും ഞങ്ങൾക്കൊരു കൃപാസന പത്രം ഒരു മോശക്കേടും തോന്നാതെ തന്നെ വീടുകളിൽ കയറി ഇറങ്ങി തന്നെ കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ, പിന്നെ ജൂബിലി മെഡിക്കൽ കോളേജിൻ്റെ അടുത്താണ് വീട്. അപ്പോൾ അവിടെ ഉള്ള പേഷ്യൻസിനും അവിടുത്തെ സ്റ്റാഫിനും സ്റ്റുഡൻസിനും ഒക്കെ കൊടുക്കാറുണ്ട്. ഞാൻ സെൻറ്റ് മേരീസ് കോളേജിലെ അധ്യാപികയാണ്. എൻ്റെ കോളേജിലെ സ്റ്റാഫിനും നോൺ ടീച്ചിങ് സ്റ്റാഫിനും ക്രിസ്ത്യൻസിനും ഹിന്ദുസിനും എല്ലാവർക്കും കൊടുക്കാറുണ്ട്. ചിലവരൊക്കെ വാങ്ങാതെ പോവും. പക്ഷെ അപ്പോൾ അവരോട് ഞാൻ ഇതിൻ്റെ മാതാവിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുമാതിരി ഒത്തിരി സങ്കടത്തിലൊക്കെ വരുന്നവരോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉടമ്പടി എടുക്കുക, അല്ലെങ്കിൽ തൈലം കൊടുക്കാറുണ്ട് രോഗങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ. അതേപോലെ സഹായങ്ങളെന്ന് പറയണത് ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അതേപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒത്തിരി പേരെ മാതാവ് ഈ ഒരു വർഷക്കാലം ഉടമ്പടി എടുത്തേ നമ്മുടെ മുൻപിൽ എത്തിക്കാറുണ്ട്. ഞങ്ങളെക്കൊണ്ട് കഴിയാവുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. വിശുദ്ധ ബലി എല്ലാ ദിവസവും വിശുദ്ധ ബലി അർപ്പിക്കുന്നവരാണ്. അതുമാതിരി ജപമാല പ്രാർത്ഥന മുടങ്ങാതെ എത്തിക്കാറുണ്ട്. 4 ജപമാലയൊക്കെ സാധാരണ ചെല്ലാറുണ്ട്. പിന്നെ മോർണിംഗിലുള്ള ഡെയിലി ബ്രെഡ് അത് മുടങ്ങാതെ കൂടാറുണ്ട്. ഉടമ്പടി ധ്യാനം മുടങ്ങാതെ കൂടാറുണ്ട്. ഇതിൽ ഏറ്റവും വലിയ അനുഭവമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് പത്രമാണ്. പലപ്പോഴും അത് കൊടുക്കാൻ പലർക്കും ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ഓർക്കണം, അത് കൊടുക്കുന്നതിലൂടെയാണ് എനിക്ക് തോന്നുന്നു അത് വലിയൊരു സാക്ഷിയാണ്. ഒരു മനക്കേടും കൂടാതെ നമ്മൾ അതിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓരോരുത്തർക്ക് കൊടുക്കുമ്പോൾ യേശു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ ജനങ്ങളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. നമുക്ക് ലോകത്തിൻ്റെ എല്ലാവരുടെയും പോകാൻ പറ്റുന്നില്ലെങ്കിലും ഈ ഒരു കൃപാസന പത്രം കൊടുക്കുന്നതിലൂടെ ഈശോയുടെ സുവിശേഷം തന്നെയാണ് നമ്മൾ പ്രഘോഷിക്കുന്നത്. പരിശുദ്ധ അമ്മയ്ക്കും ഉണ്ണീശോയ്ക്കും ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ എല്ലാ അനുഗ്രഹത്തിനും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു.